ഹലോ ഹായ് വെൽക്കം ടു ബി ബി വിത്ത് ബോണ്ട്. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് മിസ്റ്റർ ദിഗംബരൻ. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ മലയാളം പോഡ്കാസ്റ്റാണ്. സ്പോട്ടിഫൈയിൽ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഞങ്ങളിപ്പോൾ സ്പോട്ടിഫൈയിൽ മാത്രമല്ല ആമസോൺ മ്യൂസിക്, ആപ്പിൾ മ്യൂസിക്, യൂട്യൂബ് മ്യൂസിക്, പിന്നെ പോക്കറ്റ് കാസ്റ്റ്, കാസ്റ്റർ എഫ് എം, അങ്ങനെ പല പ്ലാറ്റ്ഫോമുകളിൽ അവൈലബിൾ ആണ്. അവിടെയൊക്കെ നിങ്ങൾക്ക് ഞങ്ങളെ ചെക്കൗട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് ബിഗ് ബോസ് വീക്ക് 5 അനാലിസിസ് വീഡിയോ ആണ്. അപ്പം ഞാനിതിലേക്ക് സ്വാഗതം ചെയ്യുന്നു മിസ്റ്റർ ജെയിംസ് ബോണ്ട്. വെൽക്കം ടു ദ ഷോ. നമസ്കാരം. നമ്മൾ ഡേ 32 മുതൽ 38 വരെയുള്ളതാണ്, എപ്പിസോഡ് 38 വരെ ഉള്ളതാണ് ഇന്ന് ചെയ്യുന്നത്. തിങ്കളാഴ്ചത്തെയാണ് നമ്മൾ സാധാരണഗതിയിൽ എപ്പിസോഡുകൾ വരാറ്. പക്ഷേ കഴിഞ്ഞ തവണ പോലെ തന്നെ ഇത്തവണയും ചില സാങ്കേതിക തകരാറുകൾ മൂലം ചൊവ്വാഴ്ച ദിവസമാണ് നമ്മൾ എപ്പിസോഡ് ചെയ്യുന്നത്. ഇപ്പം അതെ. എങ്ങനെ ഉണ്ടായിരുന്നു ഈ ആഴ്ച? നമ്മൾ പ്രതീക്ഷിച്ച ഒരു റിസോൾവ് കിട്ടിയോ? ലാലിച്ചൻ പൊരിച്ചോ? ഫയറായോ ലാലിട്ടൻ? ലാലിച്ചൻ പൊരിച്ചു, പക്ഷെ അനുമോൾക്കൊരു കുലുക്കമില്ല. അതുകൊണ്ട് പിന്നെ അത്ര പോരായിരുന്നു. അതുകൊണ്ട് അതേ പിന്നെ കാണാൻ പോലും തോന്നുന്നില്ല ബിഗ് ബോസ്. അതെ, അനുമോൾ വെറും അനുമോളൊരു കൊടുങ്കാറ്റിൽ ഉലയാത്ത പാറ പോലെ അങ്ങനെ അനങ്ങാതെ അങ്ങ് നിൽക്കുമായിരുന്നു. അങ്ങനൊന്നും അത് ലാലിച്ചൻ വിശ്വസിക്കാൻ ചിലപ്പോൾ പറ്റില്ല. പ്രതീക്ഷിച്ച് കാണത്തില്ല ഇവളങ്ങ് ഞാൻ കണ്ടു എന്ന് പറഞ്ഞ് ഉറച്ചു നിൽക്കുമെന്ന്. ഇവര് പറഞ്ഞ ഉടനെ അയ്യോ എനിക്ക് തെറ്റുപറ്റിയതായിരിക്കും എന്തെങ്കിലും പറയുമെന്ന് വിചാരിച്ചു കാണും. അതെ, പക്ഷെ പക്ഷേ ലാലിച്ചനെ പോലും അവള് സർപ്രൈസ് ആക്കിക്കൊണ്ട് അതാണ് അനുമോൾ. അനുമോളുടെ കുണ്ണത്തരം വളർന്നിരിക്കുന്നു. ഇത് ഒരു ഫാമിലി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പോഡ്കാസ്റ്റ് ആണ്. അനുമോളെ പോലുള്ള ആൾക്കാരുള്ളപ്പോൾ ഒരിക്കലും അനുമോൾ അവിടെ ഫാമിലി ഫ്രണ്ട്ലി ആവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മൾ അനുമോളെ ഫാമിലി ഫ്രണ്ട്ലി ആയിട്ടൊന്നും ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല. അത്രയ്ക്ക് വെറും ശരിയാണ്. പക്ഷെ അവരെ അത് ബിഗ് ബോസിന്റെ ഭാഗത്തുനിന്ന് ഏറ്റവും വലിയ വീഴ്ചയായിട്ട് ഞാൻ കാണുന്നത് എന്താന്ന് വെച്ചാല്, അനുമോൾ അങ്ങനെ കണ്ടു എന്ന് പറയുകയാണെങ്കിൽ തന്നെ അങ്ങനെ കണ്ടാ ഇപ്പൊ എന്താ ഇവിടെ കുഴപ്പം എന്താന്നുള്ള കാര്യം ലാലിറ്റൻ ചോദിക്കണമായിരുന്നു. അതെ, ഇവിടെ അത് ഒരാള് ചോദിച്ചില്ല. ചുംബിച്ചു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം? ഇപ്പൊ ആദില നൂറ കഴിഞ്ഞ എപ്പിസോഡില് ഒരു ചുംബനം നടത്തിയായിരുന്നു. അതിന് മുന്നേ തന്നെ അവര് മഴയത്ത് എല്ലാവരും ഡാൻസ് കളിച്ചപ്പോൾ റൊമാൻറ്റിക് ഡാൻസ് ഒക്കെ കളിച്ച് ഒരു ചുംബനം പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് അനുമോൾ വിറ്റ്നസ് ചെയ്തതുമാണ് അന്നേരം. ഈ രണ്ടാമത്തേതിന്റെ സമയത്ത് അനുമോൾ അവിടെ ഉണ്ടായിരുന്നില്ല ഭാഗ്യത്തിന്. അനുമോൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായേന്. ഈശ്വര, കാണാൻ പാടില്ലാത്തതാണ് രണ്ടുപേരും കൂടെ അവിടെ ഇരുന്ന് ചെയ്തത് എന്നൊക്കെ വേണമെങ്കിൽ ഒന്നിരുന്ന് പറഞ്ഞേനെ. അപ്പം അതെ, അങ്ങനെയുള്ള ഒരു എന്താ പറയുക സങ്കോചകരമായിട്ടുള്ള അവസ്ഥ ഭാഗ്യത്തിന് ബിഗ് ബോസിന് വന്നില്ല. പക്ഷെ ഇവിടെ അവരത് പറയണമായിരുന്നു. ഇപ്പൊ അവർ ചുംബിച്ചു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം എന്നുള്ളത്. എനിക്ക് തോന്നുന്നു അവര് അത് പറയാഞ്ഞതിന്റെ കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതൊരു ലൈസൻസ് ആയിട്ട് എടുത്ത് അടുത്ത ബിഗ് ബോസ് ഇനിയിപ്പോ ചുംബന സമരം നടത്തിയാലോ എന്നുള്ളത് കൊണ്ടായിരിക്കും. ഇത് കുടുംബ പ്രേക്ഷകർ കാണുന്നതാണല്ലോ, അവർക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് തോന്നിയാലോ. അതുകൊണ്ട് അപ്പൊ അങ്ങനെ ഒരു അവർക്ക് ലെസ്ബിയൻസിനെ കൊണ്ടുവരാം. പിന്നാണോ ഉമ്മ വെക്കുന്നതിനാണ് അവസ്ഥ. അല്ല, അതാണല്ലോ ഇത് ഭയങ്കര പ്രോഗ്രസീവ് ആയിട്ടുള്ള ഷോ ആണെന്നാണല്ലോ പറഞ്ഞത്. എന്നിട്ട് ഇന്ന് കണ്ടായിരുന്നു പ്രോഗ്രസീവ്നെസിന്റെ പരകോടിയിലെത്തിയ ഒരു മൊമെന്റ് ലക്ഷ്മിയുടെ കയ്യിൽ നിന്നും. വേദലക്ഷ്മി അത് പറയുന്നുണ്ട്. മറ്റേ ഇവൻ വന്നതിന്റെ ആയിരിക്കും. എന്താ അവന്റെ പേരനാ? മറ്റേ അഭിഷേക് കഴിഞ്ഞ ശ്രീകുമാർ പ്രാവശ്യത്തേക്കുള്ള അവൻ വന്നതിന്റെ ഇളക്കാണ്. അവരൊരു സിനിമയിൽ അഭിനയിച്ചല്ലേ. ചിലപ്പോ അവൻ അവിടുന്ന് കിട്ടിയ. വന്നപ്പോഴായിരിക്കും ഓർമ്മ വന്നത്. അതെ, അയ്യോ ഇത് പറയേണ്ട കാര്യമുണ്ട്, അതെ, ഞാൻ ഞാൻ എന്തിനാ ഇതിനാണല്ലോ ഇവിടെ വന്നത്. വന്ന്. അതെ, അങ്ങനെ തീ ഇതുണ്ടാക്കാനാണല്ലോ ഞാൻ വന്നത്. അത് ഞാൻ മറന്നുപോയി എന്ന് പറഞ്ഞു. അങ്ങനെ വളരെ മികച്ച ഒരു ഡയലോഗാണ് ഇന്ന് പറഞ്ഞത്. അത് അവര് കേട്ടില്ല അത് ലക്ഷ്മിയുടെ അവളുടെ ഭാഗ്യം. അല്ലെങ്കിൽ ഭാഗ്യത്തിന്. ഇപ്പോൾ ഭിത്തിയിലിരുന്നേനെ രണ്ടായിട്ട്. പക്ഷേ അത് പറയേണ്ടതാണ്. ലലിച്ചൻ ഇനിയിപ്പം വീക്കെൻഡ് ലാലേച്ചിന്റെ വരുമ്പോ കാര്യമൊന്നും പറയാതിരിക്കാൻ നല്ലത്. എനിക്കിപ്പോ വീക്കെൻഡിലുള്ള വിശ്വാസമേ പോയി അനുമോളുടെ പണി കഴിഞ്ഞാൽ പിന്നെ. ഞാൻ മടുത്തു. ഇപ്പൊ ലാലിച്ചനോടൊക്കെ ഒന്ന് പറഞ്ഞിട്ട് കാര്യം എന്താ പറയാ. ലാലിച്ചനെ ഒരു പട്ടിയുടെ വില പോലും ഇല്ല അവിടെ ആർക്കും. പിന്നെന്തോ
ലാലേച്ചിന് ലാലേച്ചിനും ഇല്ല, ബിഗ് എനിക്കറിയാം ബോസിനും ഇല്ല. ലാലേച്ചൻ എന്തുകൊണ്ട് പവർഫുൾ ആയിട്ട് പെരുമാറുന്നില്ല, അല്ലെ ബിഗ് ബോസ് എന്തുകൊണ്ട് ലാലേച്ചിന് വേണ്ടത്ര പവർ കൊടുക്കുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അല്ല, നീ കണ്ടോ ലാലേച്ചൻ എന്ന് ഏ, പറയുമ്പോൾ ഞാൻ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ പറയണമായിരുന്നു ഒരു ശക്തമായിട്ട്, മൈരേ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല മൈരേ, നീ കണ്ടെങ്കിൽ നിന്റെ തലയ്ക്ക് ഓളമാണ് മൈരേ, അവിടെ നിന്ന് ഇറങ്ങിക്കോ, പെട്ടിയും പുട്ടിയൊക്കെ എടുത്തിറങ്ങാം, അങ്ങനെ പറയണം. ലാലേച്ചൻ അങ്ങനെ പറഞ്ഞാലേ ആ ഒരു പവർ വരൂ. ലാലേച്ചൻ കഴിഞ്ഞ വീക്കെൻഡില് പവറായിട്ടാണല്ലോ ശനിയാഴ്ച സംസാരിച്ചത്. എടാ നല്ല എന്ത് പവറായിട്ട് എന്താ നിങ്ങൾക്ക് കാര്യം പുള്ളി, നാണമില്ലേ എന്നൊക്കെ ആ പറഞ്ഞുകൊണ്ട് എന്നൊക്കെ ലാലേച്ചന്. പറഞ്ഞു. പക്ഷെ ആ പിന്നെ കണ്ടു എന്ന് പറയുമ്പോ തിരിച്ച് പുള്ളിക്ക് എന്താ പുള്ളിക്ക് അതിന് ഇങ്ങനെ ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്തും കാണിച്ചിട്ട് ഞാൻ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അതാ തീർന്നു അവിടെ. അങ്ങനെ അല്ലല്ലോ. ആ, അതിന്റെ അടുത്ത സ്റ്റെപ്പ് എന്താ, അതിന്റെ അടുത്ത് പുള്ളിയുടെ പവർ അവിടെ കാണിക്കേണ്ടത്. മനസ്സിലായോ? അത് ശരിയാണ്. അന്നൊരു എന്താ പറയുന്ന ഒരു ശിക്ഷ എന്ന് പറയാൻ പോലും ഉള്ള രീതിയിലൊന്നും കൊടുത്തില്ല. എല്ലാവർക്കും ചേർത്താണ് തുണി അലക്കാൻ അതെ, പറഞ്ഞു കൊടുത്തത്. വിക്ടിംസിനെയും കൂടെ ചേർത്ത് അവർക്കൂടെ പണി കൊടുക്കുക. എന്ത് പണ്ടാരാ അവരും കൂടെ ചേർത്ത് തുണി അലക്കട്ടെ എന്ന്. അതെന്ത് എന്നിട്ട് പണ്ടാരാ ഇവക്കൊന്നും അത്. ഇല്ല. ആ അതാ ഞാൻ പറഞ്ഞു, ഒരു ആക്ഷൻ ഇല്ല. ചുമ്മാ കുറെ പറഞ്ഞിട്ടേ, നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു റൂള് വെക്കുമ്പോൾ ആ റൂള് തെറ്റിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും തോന്നിവാസം പറയുമ്പോൾ ഇന്നത് നടക്കും എന്ന് പറഞ്ഞാലല്ലേ ഉം. ആൾക്കാർക്ക് അത് സമ്മതിക്കേണ്ട കാര്യം, അല്ലെങ്കിൽ ചെയ്യണ്ട എന്ന് തോന്നത്തുള്ളൂ. ഇത് ഒരു ഇതും ഇല്ലാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഞാൻ കണ്ടു ഞാൻ കൊണ്ടു എന്ന് പറഞ്ഞാൽ എന്തേ. അതെ, ഹോസ്റ്റിനും ഒരു മര്യാദ കൊടുക്കുന്നില്ല. ബിഗ് ബോസ് ടീം എന്താ പറയുന്ന 5 മണിക്കൂർ എത്ര 8 മണിക്കൂർ ഫുട്ടേജോ 5 മണിക്കൂർ ഫുട്ടേജ് എന്താണ്ട് കുത്തിയിരുന്ന് കണ്ടു എന്ന് പറഞ്ഞതിനും ഒരു വിലയില്ല. ഒരു വിലയില്ല. അതെ, അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ, അപ്പം ഞാൻ കണ്ടത്. അപ്പൊ അതിനൊന്നും ഒരു ആക്ഷൻ ഇല്ല. മറ്റേ ഇവർക്കൊരു ഡെഡ് സോണോ അങ്ങനെ ഏതാണ്ടൊക്കെ ഉണ്ടല്ലോ, അവിടെ കൊണ്ടിടുവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് കാര്യം. അവിടെ പോയിട്ട് വന്നങ്ങളൊക്കെ കിളിപോയ അവസ്ഥയിലാണ് വന്നത്. അതെ അപ്പൊ അനുമോൾ അവിടെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അതിഭീകരമായിട്ടുള്ള എന്തെങ്കിലും കണ്ടന്റ് ഇവർക്ക് കിട്ടുകയും ചെയ്യും തിരിച്ചു അതെ വരുമ്പോഴത്തേക്ക്. അതെ, വൻ പക്ഷേ ഭ്രാന്തായിട്ടൊക്കെ തിരിച്ചു വരും. ഒന്നാമത് ഭ്രാന്താണ്. അതൊന്നും ചെയ്തില്ല. അത് ഇന്നുണ്ടായിരുന്നല്ലോ ഒരു നാട്ടകം, മറ്റേ അതിലയുടെ കൂടെ പ്രവീൺ അല്ല, അതിലേടാ അതിലയുടെ കൂടെ ഒരു നട്ടക്കം ഉണ്ടായിരുന്നു അവിടെ. എന്ന് പറഞ്ഞിട്ട് ശൈത്യ പോയ മൊമെന്റിൽ അനുമോളൊന്ന് തകർന്നു പോയായിരുന്നു. പക്ഷെ നല്ലൊരു ശൈത്യ പോയെന്ന് അറിയാനേ ഇല്ല അല്ലേ, അതായിരുന്നു ശൈത്യ. അതിപ്പോ അപ്പാടി പോയിട്ട് നമുക്ക് വലിയ വ്യത്യാസമൊന്നും അതെ അങ്ങനെ തോന്നുന്നില്ല. അതെ, അങ്ങനെ അറിയാനില്ല. അത്രയൊക്കെ ഉള്ളൂ. അത്രേ എനിക്ക് ഉള്ളൂ. തോന്നുന്നു ഇവിടെ നിന്ന് ആര് പോയാലും പ്രത്യേകിച്ച് ആ ഒരു വ്യത്യാസം തോന്നുന്നില്ല. അത് ശരിയാ, 4 പോയാലും എല്ലാം കണക്ക് തന്നെ. ഈ അപ്പാണി പോയപ്പോഴത്തേക്ക് കുറച്ചൊരു എന്താ പറയുന്ന അക്ബറുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഇതിൽ ചെറിയൊരു നമുക്കൊരു ഇത് തോന്നിയായിരുന്നു. പക്ഷെ എന്നാലും അതുകൊണ്ട് കാര്യമില്ലല്ലോ. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഒരു മൊമെന്റ് മുഴുവൻ കൊണ്ടുപോയത് മസ്താനിയാണ്. നല്ല രീതിയിൽ ബിഗ് ബോസ് താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് ചെപ്പക്കുറ്റി നോക്കി പൊളിക്കാനാ പോയത് കണ്ടപ്പോ. അവിടെ മോന്ത ബിഗ് ബോസിനെ തന്നെ ഒരു വിലയില്ല. ബിഗ് ബോസിനെ സോറി, ലാലേച്ചിന്റെ മുന്നിലൊക്കെ നിന്നിട്ട് മറ്റേ ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ട് കണ്ണുകൊണ്ട് ഇങ്ങനെയൊക്കെ. ഉം. കണ്ണുകൊണ്ടൊന്നും കാണിക്കണ്ട, എൻ്റെ അടുത്ത് പറ. ലാലിച്ചൻ അത്രയും ഫയറായിട്ട് നിന്നിട്ടും അവർക്ക് അതെ, ഒരു ഫയറായിട്ടാണ് വിലയില്ല. ലാലേച്ചിനൊന്നും ഒരു വിലയില്ല. ഇതുവരെ ബിഗ് ബോസ് ചരിത്രത്തിൽ കാണാത്ത അത്രയും രൗദ്രഭാവത്തിലായിരുന്നു ലലിച്ചൻ വന്നത്. പക്ഷെ ഒരു അതെ കാര്യമില്ലായിരുന്നു മാത്രം. അതെ. അന്നത്തെ ദിവസം തന്നെ മറ്റേ അടുത്ത എപ്പിസോഡില് എല്ലാം ഒരു പേര് എന്താ പറയുന്നത്, അതിനെ നമ്മുടെ ഇക്കച്ചിയുടെ ബർത്ത്ഡേയും കൂടെ ആയിരുന്നു. ഐ മീൻ ഉം. മമ്മൂക്കയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോ ഓ, ലാലേച്ചന്റെ സ്വന്തം ഇച്ചാക്കയ്ക്ക് ഒരു ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേയും കൂടെ നമ്മൾ ഈ അവസരത്തിൽ പറയുകയാണ്. ഇച്ചാക്കിയോ അതോ ഇക്കാച്ചിയോ? ഇച്ചാക്കാന്നാ, ഓ, ഇക്കാച്ചിന്ന് ഞാൻ ഇച്ചാക്കയായിരുന്നു. പറഞ്ഞു. ഓ, ആ, ഉം. ഇച്ചാക്കാന്നാണ് അത്. പിന്നെ ലാലേച്ചൻ എനിക്ക് അമേരിക്കയിൽ നിന്ന് വന്നൊരു ക്ഷീണത്തിലായിരുന്നു തോന്നുന്നു, അതുകൊണ്ട് കൂടുതലൊന്നും ലൈൻ കട്ടൊന്നും പുള്ളി പറഞ്ഞില്ല. ഫയറായി കഴിഞ്ഞോടെ പുള്ളിയുടെ ഇതെല്ലാം തീർന്നു. പുള്ളി പിന്നെ മൂഡ് പോയി. അടുത്തതിനകത്ത് എന്നിട്ട് അത് കഴിഞ്ഞ് ഓണത്തിനകത്തോട്ടും പോയി വലിയ മൂടൊന്നും ഇല്ലായിരുന്നു. പുള്ളി അവിടെ പോയി ചുമ്മാ എന്തോ. അകത്തോട്ട് പോവാൻ പാടില്ലായിരുന്നു ഇവര് കാണിച്ചു വെച്ച പരിപാടിക്ക്. പക്ഷെ പുള്ളി ആ, അകത്ത് പോയി. അനുമോളൊന്നും ആ ഏരിയയിൽ പോലും ഉണ്ടായിരുന്നില്ല. ലലിച്ചൻ വന്നപ്പോഴൊന്നും വലിയ അതെ, മൈൻഡ് ഒന്നും കൊടുക്കുക അവിടെ അങ്ങനെ മാറിയിരുന്നു. എന്തിനും മൈൻഡ് ചെയ്യണം, ലാലേച്ചിനെക്കാളും വലിയ സ്റ്റാർ അല്ലേ അവിടെ നിൽക്കുന്നത്. അതിന്റെ പോൾ. അടുത്ത ദിവസം ലാലിച്ചൻ അങ്ങോട്ട് ഒന്ന് അനിമോൾ പക്ഷെ നന്നായിട്ട് പായസം വെക്കും അല്ല എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അല്ലേ കുക്കിംഗ് അനിമോൾ നല്ലതാണല്ലേ എന്നൊക്കെ പറഞ്ഞ് എന്ത് സോപ്പിടുന്നു. മൈൻഡ് ലാലിച്ചൻ ചെയ്തില്ല. എന്തിനാ ഇവളെയൊക്കെ സോപ്പിടുന്നത് അതെ എനിക്ക് മനസ്സിലായി. രാവിലെ പാവല്ല എന്തിനാ. അതെ, അപ്പൊ ലാലേച്ചിന് അത്രയും പക്ഷെ പറഞ്ഞല്ലേ മനസ്സിലായില്ല. ലാലിച്ചനൊരു
എനിക്കൊന്ന് ലാലേച്ചിന് പക്ഷെ മനസ്സിലാവില്ല. ലാലേച്ചൻ കാണുന്നില്ലല്ലോ ലൈവായിട്ട്. നമ്മളല്ലേ കാണുന്നത് ഇവളുടെ ആറ്റിറ്റ്യൂഡൊക്കെ. ലാലേച്ചൻ ചിലപ്പോൾ ശരി. ഓർക്കുന്ന അവളിങ്ങനെ പിണങ്ങിയിരിക്കുവാന്നോ അവള് സന്തോഷിപ്പിക്കാന്ന് വിചാരിച്ചേ. സന്തോഷിപ്പിക്കാൻ വേണ്ടിട്ട് ലാലേച്ചൻ ഇടയ്ക്കിങ്ങനെ ഇങ്ങനെ ഒരു കിട്ടും. ലോല ഹൃദയനായ എന്ത് ചെയ്യും? അതാണെന്ന് എന്ത് ചെയ്യാന്, ലലിച്ചിന്റെ ഒരു പൂക്കിയാണ് ഞാൻ പറയാറുള്ളത് പോലെ. അതാണ് ഏറ്റവും വലിയ പ്രശ്നം ലാലേച്ചന്റെ. പിന്നെ ഇന്നിപ്പം മറ്റേ വേദലക്ഷ്മി പറഞ്ഞ വാചകം അതിപ്പോ എങ്ങനെയാണ് എടുക്കാൻ പോകുന്നത് അടുത്ത ആഴ്ച വരുമ്പം? പുള്ളിക്കാരി ഇങ്ങനെയാണ് പറഞ്ഞത്, ഇവിടെ സമൂഹത്തിൽ ഇറങ്ങി ജീവിക്കാൻ ഇവളുമാർക്കൊന്നും പറ്റത്തില്ല, അവരുടെ സപ്പോർട്ട് വാങ്ങിച്ച് നിൽക്കാൻ എനിക്ക് അത്ര ഉളുപ്പൊന്നുമില്ല. അത് അക്ബർ പറഞ്ഞ് മറ്റേ കോയിൻ കിട്ടാൻ വേണ്ടി നൂറയുടെ മുമ്പിൽ ഇങ്ങനെ കെഞ്ചി നിന്നതിനെ പറ്റിയിട്ട് പറഞ്ഞതിനുള്ള റിപ്ലൈ ആണ്. പിന്നെ ജോലി ചെയ്ത് തന്നെത്താൻ പെട്ടെന്ന് ഇത്ര ഹേറ്റ് എവിടുന്ന് വന്നത് ഞാനിത് ആ ഒരു മൊമെന്റിൽ. കുറെ നാളായിട്ടുള്ളായിരിക്കും. ജോലി ചെയ്ത് തന്നെത്താനെ നിൽക്കുന്ന 2 പേരാണെങ്കിൽ സപ്പോർട്ട് ചെയ്തേനെ. ഇത് അങ്ങനെ ഒന്നും നിൽക്കുന്നവരല്ല. നിന്റെ ഒന്നും വീട്ടിൽ കൂടെ കേറ്റാത്തവളുമാരാ. എന്ത് മയില് അതെന്ത് അത് അവന്റെ അവന്റെ ഉമ്മ പറഞ്ഞതാണോ? അവന്റെ ഉമ്മ പറഞ്ഞല്ലോ അവന്റെ വീട്ടിൽ കേറ്റാത്തതാണോ ഇവരുടെ വീട്ടിൽ? ആദിലയുടെ നൂറയുടെയും വീട്ടിൽ നിന്റെ കേറ്റുന്നുണ്ടോ? ഒന്നും വീട്ടിൽ കേറ്റാത്തവളുമാരാന്ന് അക്ബറിനോടാ പറഞ്ഞ്. നിന്റെ ഒന്നും വീട്ടിൽ കേറ്റാത്തവളുമാരാ. അല്ല, അക്ബറിനോട് ദേഷ്യപ്പെടുമ്പോ ഇവര് വേറെ വല്ല കാര്യം പറയുന്നത്. അതിന്റെ ഇടയിൽക്കൂടെ അതായത് പുള്ളിക്കാരിക്ക് നൂദില ഫാക്ടറി എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പം ഇവര് മറ്റേ സിഗ്മ ഇതാണല്ലോ, മറ്റേ കോംപ്ലക്സ് അടിച്ചു കാണും. അടിച്ചു കാണും. വേറെ മുമ്പിൽ പോയി നിക്കണം, ഗോൾഡ് കോയിൻ ഒക്കെ എടുക്കണം. ഞാൻ വിചാരിച്ചു പുള്ളിക്കാരി എല്ലാം കൂടെ കുറച്ച് അങ്ങ് ഭേദമായിരിക്കും, കുറച്ചൊരു നമുക്ക് ഇഷ്ടപ്പെടുമായിരിക്കും എന്ന് ഞാൻ വിചാരിച്ച ആ ഒരു സ്റ്റേൺനെസ് ഒക്കെ കണ്ടപ്പോൾ. പക്ഷെ ഇന്ന് വെറും മൈരാന്ന് മനസ്സിലായി. ഇല്ല, പുള്ളിക്കാരുടെ ബാക്ക് സ്റ്റോറി ഒക്കെ ഒരു കുറച്ചൊരു എന്താ പറയുന്ന ഇച്ചിരി ട്രാജഡി ഒക്കെയാണ്. അതൊക്കെ കേട്ടപ്പോ നമുക്കൊരു ട്രാജഡി ആയിട്ട് എന്തോ കാര്യം? ബാക്ക് സ്റ്റോറി ട്രാജഡി ആയാലും ട്രൂജഡി ആയാലും സ്വഭാവം കൊണ്ട സ്വഭാവമാണ് ഇപ്പൊ എന്ത് ചെയ്യുന്നത്? അത് ശരിയാണ്. അല്ല, മറ്റേ അച്ഛനാണെങ്കില് എന്തോ ചെറുപ്പത്തിൽ എന്തോ പുള്ളിക്കാരൻ ട്രെയിനില് ഉപേക്ഷിച്ചിട്ടൊക്കെ പോയി. പിന്നെ പുള്ളിക്ക് എന്തോ സൂയിസൈഡൽ ടെൻഡൻസീസ് ഒക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് ഒറ്റയ്ക്കാണ് ഇപ്പൊ താമസിക്കുന്നതെന്നൊക്കെ ജിസേലിന്റെ ഒക്കെ എടുത്തിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഈ കഥ സ്വഭാവം പറയുന്നുണ്ട്. കൊണ്ടായിരിക്കും. അല്ല, അത് പുള്ളിക്ക് ആരും എന്റെ ഫ്രണ്ട്സ് വരുന്ന വീട്ടിൽ വന്നാൽ പോലും എന്തോ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ എപ്പൊ എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റാത്ത എന്തോ ഒരു മെന്റൽ സ്റ്റേറ്റിലാണ്. ഇവളല്ലേ പറയണ്ട, അതൊക്കറിയാം. ചിലപ്പോ പുള്ളിക്കൊരു കുഴപ്പവും കാണത്തില്ല, ഇവളൊക്കെയായിരിക്കും കുഴപ്പം. അതറിയാൻ പാടില്ല. പുള്ളിക്കാരിക്ക് എന്താണേലും ഇങ്ങനെ ഒരു ഇവരോടൊരു ഇതുണ്ട്. കാര്യം വന്ന ഇടയ്ക്ക് തന്നെ മറ്റേ ടിവിയില് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് എങ്ങനെ ഒരു അമ്മ കൊച്ചിനോട് എക്സ്പ്ലെയിൻ ചെയ്യും എന്നൊക്കെ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഒക്കെ ഉന്നയിച്ചതായിരുന്നു. അത് കഴിഞ്ഞ പ്രാവശ്യത്തെ അഭിഷേക് കുണ്ണാണ് അതേ ഇത് കൊണ്ട് വന്നേക്ക്, അതേ കുണ്ണത്തരായിട്ടോ പൊക്കി പിടിച്ചു. പക്ഷെ അവൻ വീടിന്റെ അകത്ത് വന്നിട്ട് കുറച്ചൊന്നും ഒതുങ്ങിയില്ലായിരുന്നു. അവനൊന്ന് നന്നായതായിരുന്നു. ഒതുക്കി ഒതുക്കി. പുള്ളി പേടിച്ചു പോയി പെട്ടെന്ന്. പക്ഷെ പുള്ളി വെറും കുണ്ണയാണ്. അവന്റെ ഇൻസ്റ്റാഗ്രാം എടുത്താൽ കാണാം മൊത്തം കുണ്ണത്തര, ഇങ്ങനത്തെ കുണ്ണ തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നത് ആ മൈര്. അതുപോലത്തെ ഒരു സാധനമാണ് ഇത്. അവൻ പ്രവീണിനെതിരെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിങ്ങനെ കണ്ടായിരുന്നു. അതായത് വീടിനകത്ത് വന്നപ്പോ പ്രവീൺ ഇങ്ങനെ പോയി ഹഗ് ചെയ്യുകയും പോകാൻ നേരത്തൊക്കെ ഹഗ് ചെയ്യുകയൊക്കെ ചെയ്തേ. എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ആദില നൂറയുടെ അടുത്തിരുന്ന് വർത്താനം പറഞ്ഞപ്പം എനിക്കല്ലേലും അവനെ പണ്ടേ ഇഷ്ടമല്ല. ഞാനതാ വലിയ മൈൻഡ് ഒന്നും കൊടുത്തില്ലെന്ന്. എന്നിട്ടും അവൻ കേറി വന്നപ്പോ പോയി കെട്ടിപ്പിടിച്ച് എന്തൊക്കെയുണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ നേരെ പെട്ടെന്ന് ഒരാളെ കാണുമ്പോ ചെയ്യുന്നതല്ലേ, അത് കേറി ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. കേറി വന്നപ്പോ കെട്ടിപ്പിടിച്ചു, പോകാൻ നേരത്തും കെട്ടിപ്പിടിച്ചിട്ടാ വിട്ടയച്ചത്. അതിന് അവനെ തീരെ ഇഷ്ടമില്ലാത്ത ആളാണെങ്കിൽ ഓക്കെ ഹായ് എന്നല്ലേ പറയത്തുള്ളൂ. ഇത്ര പോയി ഹഗ് ചെയ്യാനൊക്കെ കേറി പോകുന്നത് എന്തിന്? അതാ അവൻ എന്നിട്ട് പോസ്റ്റ് ഇട്ട്. അവൻ പോസ്റ്റ് ഇട്ടത് അവന്റെ അകത്ത് ഇവനെ മറ്റേ കുണ്ടൻ എന്നും പറഞ്ഞുകൊണ്ട് എന്തോ വിളിച്ചിട്ടാണ് മറ്റേ പോസ്റ്റ് ഇട്ട്. ഈ അഭിഷേക് ശ്രീകുമാർ കണ്ടോ, ഞാൻ പറഞ്ഞില്ല ഇവന്റെ സ്ഥിരം പരിപാടി, ഇവന്റെ വാനരപ്പടയുടെ സ്ഥിരം പരിപാടി. ആരെങ്കിലും LGBTQ എന്തെങ്കിലും സപ്പോർട്ട് ചെയ്ത് ഉടനെ നീ കുഞ്ചനല്ലേ എന്ന് പറഞ്ഞ കമന്റ് വരും. അതവനെ തലവൻ തന്നെ, ഈ കുണ്ണകളുടെ തലവൻ തന്നെ അവൻ അഭിഷേക് ശ്രീകുമാർ. തലൈവിയും കൂടെ വന്നിട്ടുണ്ട്. അതങ്ങനെ കുറെ ജന്മങ്ങൾ. രണ്ടുപേരും ഒരേ പടത്തില്. ഇപ്പൊ ഇതിന്റെ മറ്റേ പടത്തിന്റെ ട്രെയിലർ ഒക്കെ കണ്ടായിരുന്നുണ്ട്. എനിക്ക് ഇതൊന്നുമല്ല, എനിക്ക് മറ്റേ വനിതാക്കയുടെ മറ്റേ മിസ്റ്റർ ആൻഡ് മിസ്സസ് ആയിരുന്നു. അതായിരുന്നു പോൾ. അയ്യോ,
ട്രെയിലർ കാണുമ്പോഴേ അറിയായിരുന്നു അതെ പടത്തിന്റെ ക്വാളിറ്റി, അതെ മികച്ച ഒരു പടം. അതെ അയ്യോ, അതൊക്കെയായിരുന്നു. അതാണ് ഒരു മുള്ളംകൊല്ലി വൻ ക്വാളിറ്റി തന്നെ. ട്രെയിലറിൽ തന്നെ ഏതാണ്ട് നാടകം കാണിക്കുന്നവരുണ്ടായിരുന്നു. കുറച്ച് ചെറിയ ചില സീൻസ് ഒക്കെ ആ ചില ഭാഗത്തൊക്കെ വരുമ്പോ ശരി. ഫുൾ നാട്ടകം. അറിയില്ല. ഇനിയിപ്പം എന്താണേലും ലാലിച്ചൻ വീക്കെൻഡ് വരുമ്പോ ഇത് ചോദ്യം ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ അക്ബറിന്റെ സ്റ്റോറിക്കകത്ത് പുള്ളി ഒരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് മറ്റേ പുള്ളിക്ക് സംഗീതം വീട്ടില് പഠിപ്പിക്കാനായിട്ട് ശാസ്ത്രീയ സംഗീതം അഭ്യസിക്കാൻ വിട്ടപ്പം അരങ്ങേറ്റം നടത്താനായിട്ട് പുള്ളിക്ക് സാധിച്ചില്ല. അപ്പൊ എന്നിട്ട് പിന്നെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയപ്പോ അവിടെ ഇങ്ങനെ ഒരു വലിയ ശിവലിംഗം ഉണ്ട്. അപ്പം അതിന്റെ കീഴെ പോയിരുന്നിട്ട് പുള്ളി ധ്യാനിച്ചുകൊണ്ട് അരങ്ങേറ്റം നടത്തിയതിന്റെ ഒരു കഥ ഇങ്ങനെ പറഞ്ഞായിരുന്നു. അത് പക്ഷെ പുറത്ത് അങ്ങനെ വലിയ ഇഷ്യൂ ആയില്ലെന്ന് തോന്നുന്നു. കാര്യം പുള്ളി മുസ്ലിം ആണല്ലോ. അപ്പൊ അതെന്താ, പക്ഷെ അത് കേൾക്കാൻ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. എന്നിട്ട് ഈ കഥ പറഞ്ഞു കഴിഞ്ഞിട്ട് പുള്ളി എല്ലാവരോടും പോയി ചോദിക്കുന്നുണ്ടായിരുന്നു, ഞാൻ കഥയൊക്കെ മര്യാദയ്ക്കാണോ പറഞ്ഞു, എൻ്റെ സ്റ്റോറിയൊക്കെ ഇതെന്നാ പറഞ്ഞു? കൊഹീസീവ് ആയിരുന്നു. ഇത് കഴിഞ്ഞ എപ്പിസോഡ്. ഓ ഇതൊക്കെ എവിടെ കാണി? ഞാൻ പ്ലസ് ആണോ? പ്ലസിന്റെ അകത്താവുന്ന. ഞാൻ ലൈവ് കണ്ടായിരുന്നു ഇന്നലെ കുറച്ചു നേരം. അപ്പം അതിന്റെ അകത്തുണ്ടായിരുന്നു. ഷാനവാസിന്റെ കഥ പറഞ്ഞു, ആര്യന്റെ കഥ പറഞ്ഞു. അവനപ്പം ലാംഗ്വേജിന്റെ പേരിൽ കുറെ ഇത് നേരിടേണ്ട വന്നിട്ടുണ്ട് എന്നൊക്കെ പുള്ളി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ആര്യന്. എനിക്കൊരു താല്പര്യം ഇല്ലാത്ത പോലെ. ലാംഗ്വേജ് എന്ത് എനിക്ക് മനസ്സിലായില്ല. എന്താ ഹിന്ദിയോ മലയാളം പറയുന്നതിന്റെ? അവൻ മറ്റേ അണ്ടർ 17, 16 ഒക്കെ പോയി ക്രിക്കറ്റ് കളിക്കാൻ പോവായിരുന്നല്ലോ സ്റ്റേറ്റിന് വേണ്ടിയിട്ടൊക്കെ. അപ്പൊ ആ സമയത്തൊക്കെ അവന്റെ ടീമിലുള്ളവരൊക്കെ അവന് വലിയ താല്പര്യമില്ലായിരുന്നു. ഇവൻ ഇച്ചിരി ഒരു എന്താ പറയുന്നത്, ഒരു പോഷ് കിഡ് എന്നുള്ള രീതിയിലാണ് അവര് കണ്ടിരുന്നത് എന്നൊക്കെയുള്ള. മലയാളം അറിയത്തില്ല, അപ്പൊ പിന്നെ നീ ആരാന്നൊക്കെ ഉള്ള രീതിയിൽ അതിന് നീ എന്നുള്ള രീതി. പിന്നെ ക്യാപ്റ്റൻ ആയി കഴിഞ്ഞിട്ടാണ് ആ ഒരു ഇതൊക്കെ മാറിയത്. പയ്യെ അവൻ പിന്നെ ഭാഷയൊക്കെ പഠിച്ചു എന്നൊക്കെ ഉള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. കാര്യം അവനെ അന്നേരം ഇംഗ്ലീഷ് മാത്രമേ അറിയത്തുള്ളായിരുന്നു. ഇതൊക്കെ ഒരു പ്രശ്നമാണോ? ഇതൊക്കെ അല്ല, അവനെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമാണല്ലോ. ബാക്കി ഇപ്പം എല്ലാവർക്കും വലിയ ദുരന്തങ്ങൾ നേരിടേണ്ടി വരാറില്ലല്ലോ. ചിലർക്ക് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ്. ഇപ്പം ആ രീതിയിൽ ചിലപ്പോൾ ബുള്ളിങ് ഒക്കെ ചിലപ്പോൾ ചെറുതായിട്ട് വന്നിട്ടുണ്ടായിരിക്കും. നമ്മുടെ നാട്ടുകാരല്ലേ, പറയാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ. പിന്നെ ഷാനവാസിന്റെ എന്തോ കഥ? ഷാനവാസിന്റെ കഥയില് പുള്ളി ഉമ്മയുടെ കാര്യമൊക്കെയാണ് പറഞ്ഞത്. അതായത് ഭാര്യ അവരുടെ നാട്ടിലൊരു കല്യാണം കൂടാനായിട്ട് വന്നതാണ്. അപ്പം അങ്ങനെ പെണ്ണ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഇവരെ ആലോചിച്ചു. എന്നിട്ട് കല്യാണം കൂടാൻ വന്ന ആള് പിന്നെ തിരിച്ചു പോയത് ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ടാണ്. അപ്പം എന്നിട്ട് പിന്നെ അപ്പം വീട്ടില് ഇങ്ങേരുടെ അമ്മ ഭയങ്കര വൃത്തി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറെ കാര്യങ്ങളൊക്കെ ഭയങ്കര സ്ട്രിക്റ്റാ. അപ്പൊ അതുകൊണ്ട് തന്നെ ഭാര്യയുമായിട്ട് പ്രശ്നങ്ങളുണ്ടായി. അപ്പൊ പുള്ളി ഡെയിലി ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വരുമ്പം ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. പിന്നെ ലാസ്റ്റ് കുറെ ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഭാര്യ പിന്നെ അവരുടെ വീട്ടിലോട്ട് തിരിച്ചുപോയി. പിന്നെ അത് കഴിഞ്ഞ് പുള്ളി ഇങ്ങനെ സമാധാനിപ്പിക്കാനൊക്കെ കുറെ ശ്രമങ്ങളൊക്കെ നടത്തിയായിരുന്നു. പലരെയും വിട്ട് സംസാരിച്ചു, പുള്ളി നേരിട്ട് പോയി സംസാരിച്ചു. ലാസ്റ്റ് പുള്ളിയുടെ അമ്മ തന്നെ പറഞ്ഞ് അവളെ വിളിച്ചോണ്ട് വന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ആണ് പിന്നെ കൊണ്ടുവന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പം പിന്നെ ഹാർട്ട് അറ്റാക്ക് അല്ല, എന്തോ ആരോഗ്യ പ്രശ്നത്തിനും പറഞ്ഞോ അതോ ഇല്ലേ? പുള്ളിയുടെ ഹെൽത്തിനെ പറ്റി പറഞ്ഞില്ല. പുള്ളിയുടെ അമ്മ മരിച്ചതും അപ്പം മരിച്ചതും ഒക്കെ ഇതുപോലെ ഹാർട്ട് അറ്റാക്ക് വന്നിട്ടാണെന്നുള്ള രീതിയിൽ പറഞ്ഞു. പുള്ളിയുടെ ഹെൽത്തിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ ഒരു അടുത്ത നോമിനേഷനിൽ ചിലപ്പോ അതായിരിക്കും. ഷാനവാസിക്ക് തീരെ വയ്യല്ലോ, അവരെ വീട്ടിലേക്ക് അങ്ങനെ പറഞ്ഞു വിടുമല്ലോ. അതുകൊണ്ട് പുള്ളി അന്ന് അക്ബറിന്റെ കൂടെ ഇരുന്ന് പറഞ്ഞായിരുന്നല്ലോ, ഞാനത് കഥ പറയുമ്പോൾ പറയാം എന്നുള്ളത്. പിന്നെ ഓർത്ത് കാണും ആ ഒരു ഡീറ്റെയിൽ ഒഴിവാക്കാം എന്നുള്ള രീതിയിൽ. പിന്നെന്താ, പുള്ളിയുടെ മക്കളെ പറ്റിയൊക്കെയാണ് പറഞ്ഞു. ഇപ്പൊ വീട്ടില് പുള്ളിയുടെ ഭാര്യയും പുള്ളിയായിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ വരുവാണെങ്കിൽ പുള്ളിയുടെ മോളാണ് അത് മധ്യസ്ഥം പറയുന്നത്, വേണ്ട നിർത്തും എന്നൊക്കെ പറയുന്നത് എന്നൊക്കെ ഉള്ള രീതിയിൽ പറഞ്ഞതൊക്കെ തന്നെ.
അക്ബർ ഉം. പുള്ളിയുടെ ഫിയാൻസേനെ പറ്റി പറയാനായിട്ടൊന്ന് വിട്ടുപോയായിരുന്നു. ഓ അത് പിന്നെ ഇവര് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് പുള്ളി ഓർത്തത്, അയ്യോ അത് അത് പറഞ്ഞില്ലല്ലോ. അത് നിങ്ങളെന്താ അങ്ങനെയാണല്ലോ. എന്നിട്ട് പറയാഞ്ഞേന്ന് ചോദിച്ചു പുള്ളി. അപ്പൊ നിങ്ങൾ പറയുമെന്നാണ് ഞങ്ങൾ ഓർത്തത് എന്നുള്ള രീതിയിൽ പുള്ളിനെ ഓർമ്മിപ്പിക്കായിരുന്നു. അക്ബറിന്റെ ഇത് പറഞ്ഞപ്പോഴത്തേക്ക് ഇവര് ചെറുപ്പത്തില് തീരെ പാവപ്പെട്ട ഒരു അവസ്ഥയിലായിരുന്നു. അപ്പൊ ഇവർക്ക് അപ്പനും അമ്മയും കട്ടിലേ കിടക്കും. പിന്നെ അവിടെ ആ കട്ടില് കഴിഞ്ഞ പിന്നെ സ്ഥലമില്ല. ഒരു ചെറിയ ഇതാണ്. അപ്പൊ ഇവര് സഹോദരങ്ങള് ബെഡിന്റെ അടിയിലാണ് കിടക്കുന്നത്. 2 പേര് കട്ടിലിന്റെ അടിയില്, പിന്നെ ഒരാൾക്ക് കൂടെ കിടക്കാനുള്ള സ്ഥലം അത്രേ വീതിയുള്ളൂ അവരുടെ ഇതില്. അപ്പൊ എന്തോ ഉപ്പയും അമ്മയും ബെഡിനോ ബെഡേ കിടക്കും. ഏഹ് വീതി എന്താ മുറിക്കോ? മുറിക്ക് മൊത്തത്തിൽ അത്രേ വീതിയേ ഉള്ളൂ. ഒരു കട്ടിലിടാനുള്ള വീതിയേ ഉള്ളൂ. അപ്പൊ ഇവർക്ക് കിടക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് നീ ഇവര് അതിന്റെ 2 പേര് അടിയിലൊക്കെ കട്ടിലിൽ. കിടക്കുന്നത് സിറ്റ് റൂമിൽ. അവിടെ അങ്ങനെയൊന്നും ഇല്ല. ഓ അങ്ങനെയൊന്നും ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് ബെഡിന്റെ അടിയിൽ കിടക്കുന്നത്. അപ്പൊ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് തലയിടിക്കും. ഓ പിന്നെ ഇവര് ടേൺസ് എടുത്തിട്ടാണ് മാറി മാറി രണ്ടുപേരും ആരാ ബെഡിന്റെ അടിയിൽ കിടക്കുന്നതെന്ന് മാറി മാറി അങ്ങനെ കുറച്ച് ആൾ അങ്ങനെ കിടന്നു. അപ്പൊ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. എത്ര പിള്ളേരുണ്ട്? പിന്നെ 3 പറഞ്ഞ പോലെയാണ് എനിക്ക് തോന്നുന്നത്. പുള്ളിക്ക് ഇനിയിപ്പം വിട്ടുപോയെന്ന് 4 പേരുണ്ടോന്ന് അറിയില്ല. 3 പേര് പറഞ്ഞതെന്ന് എൻ്റെ ഓർമ്മയിൽ. ഉം. അപ്പം പിന്നെ പുള്ളി എന്താ AR റഹ്മാന്റെ ഇതില് പാടാനായിട്ടൊരു ചാൻസ് കിട്ടിയതായിരുന്നു. ആദ്യം മറ്റേ വിദ്യാസാഗറിന് വേണ്ടിയിട്ട് പാടാനായിട്ട് പുള്ളീനെ ചെന്നൈയിലോട്ട് വരാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ പുള്ളി ചെന്ന ബസ് എന്തോ ലേറ്റ് ആയത്, അങ്ങനെയാണ്ട് 1 മണിക്കൂറായാണ്ട് ലേറ്റ് ആയി പുള്ളി അവിടെ ചെല്ലാനായിട്ട്. അപ്പൊ അതുകൊണ്ട് വിദ്യാസാഗറിന് സൗണ്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ കൂടെ ഉള്ളവർ പറഞ്ഞു ഇവൻ എന്താ പറയുന്നത് 1 മണിക്കൂർ ലേറ്റ് ആയിട്ടാണല്ലോ വന്നത്. ഉം. അതുകൊണ്ട് അവർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ആ ഉം. ചാൻസ് പോയി. അപ്പൊ ആ ചാൻസ് പോയി നാട്ടുകാര് കഴിഞ്ഞപ്പം ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ചാൻസ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കാണ് പിന്നെ സുജാതയാണെന്ന് തോന്നുന്നു എന്തോ ഇങ്ങനെയൊരു AR റഹ്മാനുമായിട്ട് ഉള്ളൊരു ചാൻസ് ഒപ്പിച്ച്. പക്ഷെ അന്നേരം പുള്ളിക്ക് ആകപ്പാടെ ഒരു വല്ലാത്തൊരു ഇതിലായിരുന്നുകൊണ്ട് പുള്ളി ആ ചാൻസ് എടുത്തില്ല. അത് പിന്നീട് പുള്ളി റിഗ്രറ്റ് ചെയ്യുന്നു എന്നാണ് അങ്ങനെയൊക്കെ പറഞ്ഞത്. അപ്പൊ അതൊക്കെ. പിന്നെ ക്യാപ്റ്റനായിട്ട് ഈ ആഴ്ച നമ്മുടെ അഭിലാഷാണ് വന്നിരിക്കുന്നത്. ഞാൻ വേറൊരു കാര്യം പറയട്ടെ, നമ്മുടെ അക്ബർ ആ ഇല്ലേ, ഉം. അക്ബർ ആക്ച്വലി ഇതുവരെ നമ്മുടെ ഈ എനിക്കൊന്ന് ബിഗ് ബോസിൽ ഇതുവരെ ഈ സിംഗേഴ്സ് കാറ്റഗറിയിൽ ഒന്നും ഇത്ര ഗെയിമേഴ്സ് അല്ലായിരുന്നു. എനിക്കത് ആ ആദ്യമായിട്ട് അക്ബറാന്ന് തോന്നുന്നു ഇത്ര നല്ലതായിട്ട് പെർഫോം ചെയ്ത സിംഗേഴ്സ്. സാധാരണ സിംഗേഴ്സ് ഒക്കെ ഇങ്ങനെ ഒതുങ്ങിക്കൂടി ഇങ്ങനെ എവിടെയെങ്കിലൊക്കെ പാട്ടൊക്കെ പാടിയിരിക്കുന്ന ആൾക്കാരായിരിക്കും, മനസ്സിലായി. അല്ലെങ്കിൽ പിന്നെ അതായത് നമ്മുടെ തമിഴിലെ മറ്റേ ഇസൈവാണിയൊക്കെ പോലെ. അതെ അതെ പിന്നെ മറ്റവരുണ്ട് അസൽ കോളാറൊക്കെ ഓർക്കുന്നുണ്ടോ? അവരൊക്കെ പോലെ സൽക്കോളാറൊക്കെ പെട്ടെന്ന് ഔട്ടായത്. അതല്ല നമ്മുടെ ഇതില്ലേ, നമ്മുടെ മലയാളത്തിൽ സോമു സീസൺ സോമു 2 അത് ഞാൻ സീസൺ കണ്ടിട്ടില്ല. പണ്ടത്തെ ആ ഐഡി ഓർക്കുന്നുണ്ട്. സസ്യങ്ങളിലുണ്ടായിരുന്ന ഒരുത്തന സോമു ആ സീസൺ 2 എനിക്ക് തോന്നുന്നു 2 ആഴ്ച 3 ആഴ്ച ഇറങ്ങി പോയി. പുള്ളി ചുമ്മാ അവിടെ ഇരിക്കുകയായിരുന്നു. പിന്നെ ആ വേറെ ആരായിരുന്നു ഇതുപോലെ തന്നെ. സിംഗേഴ്സ് ഒന്നും അങ്ങനെ അധികം നിൽക്കാറില്ല. ഇങ്ങനെ കാരണം അവരുടെ ഏതെങ്കിലും മൂലയിൽ ഇങ്ങനെ പാട്ട് പാടി പോകുന്നല്ലാതെ. പക്ഷെ അക്ബറാണ് ഇറങ്ങിക്കളിക്കുന്ന ഒരു സിംഗർ ആദ്യമായി. ശരിയാ, ശരിയാണ്. പക്ഷെ ഇന്ന് ലാംഗ്വേജ് കുറച്ച് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇന്നിപ്പം മറ്റേ പക്ഷേ ടാസ്കിന്റെ ആ പണ്ടത്തെ അത്ര മോശമായിട്ടൊന്നും അല്ല പുള്ളി വർത്താനം പറയുന്നത്. പണ്ട് 2 ആഴ്ചയിലൊക്കെയാന്ന് തോന്നുന്നു എനിക്ക്. പക്ഷെ അന്ന് ഉമ്മ പറഞ്ഞ പിന്നെ പുള്ളി ഒത്തിരി കൺട്രോൾ ചെയ്തു. പക്ഷെ കൺട്രോൾഡാ. ഇന്നിപ്പം ചെറുതായിട്ടൊന്ന് ഇതായിട്ടുണ്ട്. ഇതിപ്പം മറ്റേ ഇവര് ടാസ്കിന്റെ ഇടയിൽ ഒരുപാട് പേരുടെ സമയം കളഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ആരുടെ സമയം കളഞ്ഞു ഇവരോടൊക്കെ ചോദിക്കുന്ന പറഞ്ഞപ്പോ വേദലക്ഷ്മി പറയാം എന്റെ സമയം കളഞ്ഞു എന്ന് പറഞ്ഞപ്പം നിന്റെ മടിയിലൊന്നും അല്ലല്ലോ ഞാൻ കയറിയിരുന്നത് ഒരു ഡയലോഗ് പറഞ്ഞായിരുന്നു. അത് പിന്നെ അങ്ങനെ കൊണ്ടത്തരം പറഞ്ഞാൽ പിന്നെ തിരിച്ചതുപോലെ പറയും. അതൊന്നും പുള്ളിക്കാരി മനഃപൂർവ്വം അങ്ങനെ പറഞ്ഞായിരിക്കും ചിലപ്പോ നിന്റെ സമയം കളഞ്ഞു എന്നൊക്കെ. ഇവരപ്പുറം കടന്നു, ഇവരിവിടെ പണിയെടുക്കുന്നു, ഇവനവിടെ കിടന്ന് അവരുമായിട്ട് ഇതുണ്ടാക്കുന്നതിന് ഇവരുടെ സമയം എന്തുവാ പോയത്. ആർക്കറിയാം. ചുമ്മാ പുള്ളിക്കാരി എന്തെങ്കിലുമൊക്കെ പറയട്ടെ. പക്ഷെ അത് പറഞ്ഞ് ഇതുണ്ടാക്കി കഴിഞ്ഞപ്പോ പുള്ളിക്കാരി എക്സ്പോസ്ഡ് ആയി. അന്നേരം അതെ ഉള്ളിലുള്ള ആ വിഷം അങ്ങ് പുറത്തു വന്നു. ഞാൻ അല്ലെങ്കിൽ ഓർക്കുന്നത് അക്ബറിന്റെ തല പെട്ടെന്ന്. ഇരുന്നേനെ. അതെ പിന്നെ പെട്ടെന്ന് ആ ഡയലോഗ് എവിടെ വന്നതാ പെട്ടെന്ന് പുള്ളിക്കാരി ഒരു ഇതും ഇല്ലാതെ ഇതെന്താ പോയി ചുമ്മാ ഇരിക്കുന്ന 2 തറ മണ്ടയ്ക്കോട്ട്.
അല്ല അതും അവര് പണിയെടുക്കാതെയാണ് നിക്കുന്നതെന്ന് ഇവർക്കെങ്ങനെ അറിയാം? അവര് സൈബർ സെക്യൂരിറ്റി ജോലി ഉണ്ടല്ലോ രണ്ടുപേർക്കും ആ ഐടിയില്. ചുമ്മാ ഇതെല്ലാം പോരാത്തതിന് യൂട്യൂബിൽ നിന്നൊക്കെ ഇതുമുണ്ട്. ഏതാണ്ട് കാണാപ്പഴം പഠിച്ചിട്ട് വന്ന പോലെ എനിക്ക് തോന്നുന്നു. ചിലപ്പോ പുള്ളിക്കാരൻ അതായത് നേരത്തെ അവര് ആ പ്ലാൻ ഒരു ചെയ്തത്. ബിഗ് ബോസ് വരാനായിട്ടുള്ള മെയിൻ ഇത് മറ്റേ ഇവര് ലെസ്ബിയൻ കപ്പിൾസ് ആണ് എന്നുള്ള ഇതൊക്കെ കൊണ്ടാണല്ലോ. അപ്പൊ അത് വെച്ചിട്ടാണ് ഇവര് ജീവിക്കുന്നതെന്നുള്ള രീതിയിലായിരിക്കും ചിലപ്പോ മീൻ ചെയ്തായിരിക്കും ഉം. അങ്ങനെ പറഞ്ഞു. എന്തായാലും എന്താണേലും കൊള്ളാല്ലേ? പക്ഷെ എല്ലാ എനിക്ക് ടൈപ്പ് പ്രാവശ്യം സാധനങ്ങളും ഉണ്ട് ഇതിന്റെ അകത്ത്. എനിക്ക് പ്രാവശ്യം ഒരു ഇതില്ല. ഇനിയിപ്പോ ലാലേച്ചൻ ചോദിച്ചാലെന്തോ ചോദിച്ചില്ലേ എന്ന്. ചോദിച്ചാലും വലിയ പറയാനൊന്നുമില്ല. പിന്നെ എന്തോന്നു ശരിക്കും അങ്ങോട്ട് ബിഗ് ബോസ് മടുപ്പിക്കുകയാണോ നിന്നെ? അതെ മടുപ്പിക്കാൻ ഞാൻ പറഞ്ഞില്ല, റിവ്യൂ പോലും ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ശരി. ഒരു ഇൻട്രസ്റ്റും ഇല്ല കാണാൻ പോലും ഒന്നും ഒരു രസമില്ല. ഒരു കണ്ടസ്റ്റന്റും കൊള്ളത്തില്ല, ടാസ്കും കൊള്ളത്തില്ല, ഒരു കണ്ടന്റും ഇല്ല, ഒരു ഇതും ഇല്ല. അത് ഇവരാരും അങ്ങോട്ട് ഗെയിം അങ്ങ് മാറ്റി പിടിക്കുന്നതില്ല. എല്ലാം ഒരേ രീതിക്ക് അനുമോളാണെങ്കിൽ കുല വർത്താനം പറഞ്ഞു. അനുമോൾ മാറ്റി പിടിക്കുന്നുണ്ട്, ശരിയാണ് കേട്ടോ. അനുമോൾ ഇവിടെ ഇറക്കാത്ത കാർഡുകളൊന്നും അതെ. അനുമോളാണ് ശരിക്കും ഗെയിം ചേഞ്ചർ. ഇപ്പൊ കണ്ടോ പ്രവീണുമായിട്ടൊരു പുതിയ കോംബോ ഉണ്ടാക്കി വരുന്നുണ്ട്. പ്രേണു കോംബോയ്ക്ക് ശേഷം പറയണു അത് പ്രവീൺ രേണു പ്രേണിയോ എന്നൊക്കെ പറഞ്ഞൊരു കോംബോ ഉണ്ടായിരുന്നല്ലോ. പുള്ളിക്കാരി എന്നെ ചുമ്മാ പറഞ്ഞതാണ്. പക്ഷേ എനിക്ക് അങ്ങനെ ഇഷ്ടമില്ല പ്രവീണിനെ, രസമില്ല. അല്ല ഡബിൾ സ്റ്റാൻഡിന്റെ അങ്ങേറ്റമാണെന്ന് ഇന്നിപ്പം തെളിഞ്ഞിട്ടുണ്ടല്ലോ. മറ്റേ അന്നും പുതപ്പിന്റെ ഇത് ഇവനാണ് അവിടെ ഇരുന്ന് പറഞ്ഞത്, പുതപ്പ് പാവാടവള്ളി എന്നൊക്കെ പറഞ്ഞ്. എന്നിട്ട് ലാലേട്ടന്റെ എപ്പിസോഡ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവനൊന്നും അറിഞ്ഞില്ല. മസ്താനിയും ഇവരും എല്ലാം പറഞ്ഞെന്നുള്ള രീതി. ഇന്നത്തെ ഒരു ആദിലയുടെ അവസാനത്തെ ബുള്ളിങ് പോലത്തെ കമന്റി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബാത്റൂമിൽ കയറാൻ സമ്മതിക്കാത്ത അനുവായിട്ടുള്ള വളരെ നല്ല രസമായിരുന്നു. വളരെ പക്ഷെ പിന്നെയും വീണ്ടും അനുമോളുടെ അടുത്തേക്ക് തന്നെയാണല്ലോ പുള്ളിക്കാരി പോകുന്നത്. അതെ, എല്ലാം പറയണ്ടെല്ലാം പറയുകയും ചെയ്തു. പക്ഷെ ഒന്നുമില്ലെങ്കിലും അത് പറഞ്ഞിട്ട് മസ്താനിയുടെ അടുത്താണോ പറഞ്ഞേ? അനുവിന്റെ അടുത്ത് പറഞ്ഞു വാങ്ങുന്നോന്ന് എനിക്ക് ഡൗട്ട്. പക്ഷെ അവൾ ഇന്ന് അതല്ലേ പറഞ്ഞ് കരഞ്ഞത്, എല്ലാവരും മുമ്പിൽ കള്ളിന്ന് പറഞ്ഞു. പറഞ്ഞത്. വേറെ ആരും പറഞ്ഞാലും ഞാൻ സഹിക്കും. നിങ്ങൾ പറഞ്ഞു എന്നത് എന്തുകൊണ്ടാ പറഞ്ഞതെന്ന് ഇവക്ക് എന്താ വായിക്കാൻ അവള് പറഞ്ഞത് എന്തുകൊണ്ടാ പറഞ്ഞത് നീ എന്താ ആലോചിക്കാത്തത്. പക്ഷെ അത് കഴിഞ്ഞ് വേറെ എക്സ്പ്ലനേഷൻ ഒന്നും പറയുന്നില്ല. എന്താന്ന് അല്ല എന്തുകൊണ്ടാ പറഞ്ഞ് അവളത് സമ്മതിച്ചു തരത്തില്ലല്ലോ. ഇപ്പം കൊറേ അനിമൽ ഫാൻസ് വന്നിട്ട് ലാലിച്ചൻ ചോദിച്ചിട്ടും ബിഗ് ബോസ് പറഞ്ഞിട്ട് പോലും അനിമോൾ കണ്ടതിൽ ഉറച്ചു നിൽക്കുന്നു. ഉറച്ചു നിന്നല്ലേ പറ്റുള്ളൂ. ഇനിയിപ്പം അത് വീഡിയോ കാണിച്ചില്ലല്ലോ. ചിലപ്പോ അതായിരിക്കും പുള്ളിക്കാരുടെ ഒരു ധൈര്യം. ഇനിയിപ്പം വന്നിട്ട് ബിഗ് ബോസിന്റെ തെളിവൊന്നും ഇല്ല, അതുകൊണ്ടാ കാണിക്കാഞ്ഞെന്നങ്ങ് പറഞ്ഞാൽ മതിയല്ലോ. അല്ലെങ്കിൽ തെളിവ് ഉണ്ടെങ്കിൽ ഇപ്പൊ എന്തുതാക്കിയ പോവാൻ പോകുന്നു? ഒന്നും ഒന്നുമില്ല. പക്ഷെ ഇവളുടെ ഈ വായടക്കണ്ടേ, അവിടെ കണ്ടു കണ്ടി കിണ്ടി കൊടുക്ക താഴെക്കിട്ട്. പക്ഷെ എന്ത് ചെയ്യാം. ഇനിയിപ്പം പുതിയ കോംബോ അപ്പം അനുപ്രയാണോ പ്രാണു ആണോ? പ്രാണു ആയിരിക്കും. എന്താ പറയാണല്ലോ കുഴപ്പമില്ല. അനുമോളം ഇറങ്ങിയപ്പോ കൂടി പോയി. എനിക്ക് ഇഷ്ടമില്ല സാധനം. പക്ഷെ പോയാല് കണ്ടന്റിന് എന്തോ ഇപ്പം അനുമോളുടെ പാവ വരെ പ്ലാച്ചി വരെ കണ്ടന്റ് കൊടുക്കുന്നു. നമ്മളെ കുണ്ണ കണ്ടന്റിനേക്കാളും വേറെ കണ്ടന്റ് ഇല്ലാത്ത വീക്കെൻഡ് വന്നിട്ട് ഇവിടെ ഈ പന്ന കണ്ടന്റ് കാണാൻ തന്നെ എനിക്കിത് കാണാൻ പോലും തോന്നാത്തത്. മനസ്സിലായി? അല്ല ഇപ്പൊ അങ്ങനെ വലിയ അനക്കൊന്നും ഇല്ലല്ലോ. അത് വേറെ നിറച്ച് കിട്ടിയോണ്ടായിരിക്കും. ലലിസൺ പ്ലാച്ചിനെ എല്ലാവർക്കും ഒക്കെ കയ്യിലൊക്കെ പിടിപ്പിച്ച് അതെടുത്തോണ്ട് വരുന്നു. എടാ എനിക്ക് വന്നിട്ട് എന്താ അറിയാമോ, പുള്ളി അത് മറ്റേ അവൻ അന്ന് ഔട്ടാവുമല്ലേ എന്നാലും നപ്പാനി ആ ഒരു ഇത് തന്നെയാണെന്നായിരിക്കും തോന്നുന്നത്. ആ ഒരു കാൽക്കുലേഷൻസിലാണ് ലാലേച്ചൻ അവന്റെ കൊടുക്ക് എന്നൊക്കെ പറഞ്ഞത്. അപ്പാന് പേടിയുണ്ടോന്നൊക്കെ ചോദിച്ചില്ലേ, അപ്പാനി അടുത്ത് കുറച്ചു നേരം കൂടുതൽ ചോദിച്ചായിരുന്നു. അന്ന് ഔട്ടാവുന്നോണ്ടായിരിക്കും. മറ്റേ ബിൻസീനെ മറ്റേ ഓട്ടോയിൽ കയറ്റി വിട്ട പോലെ ഒരു സൈക്കോളജി. അതെ, ഓട്ടോയിൽ തന്നെ പുലികളി വന്നട്ടെ അല്ലേ
എന്നിട്ട് ഓ എനിക്കൊന്ന് മറ്റേ ലക്ഷ്മി പ്രിയാൻ ഇതുപോലെ ഏതാണ്ട് ബൈക്കേൽ എടുത്തിയാണ്ടല്ലേ ആ, കൊണ്ടുപോയത്. അതുപോലത്തെ ഒരു അതേ പിന്നെ തോന്നുന്നു ഇവരെല്ലാം ഇങ്ങനത്തെ വെറൈറ്റി ആയിട്ടുള്ള. ഒളിപ്പിച്ച് വിടുന്ന പോലെ. അതെ പക്ഷെ ഒരു കാര്യമില്ല, രേണുസുതി സ്വയം ഇറങ്ങിപ്പോയി. പുള്ളിക്കാരിക്ക് അതെ ഒരു മറ്റേ വീഡിയോ പോലും കാണിച്ചില്ല. അത് എനിക്ക് കാണിക്കാത്ത ഇല്ലായിരിക്കും. എനിക്ക് തോന്നുന്നില്ല അവര് പ്രതീക്ഷിച്ചെന്ന് പുള്ളിക്കാരി വരുംന്ന്. ലാലേച്ചൻ 2 പ്രാവശ്യം ചോദിച്ചു വരണോ വരണോന്ന് ചോദിച്ചിട്ടാ ആ, പുള്ളിക്കാരിയെ കൊണ്ട് പോയത്. അപ്പൊ അതുകൊണ്ട് വീഡിയോ ഒന്നും എഡിറ്റ് ചെയ്ത് കാണത്തില്ല. വെച്ചിട്ടുണ്ടായിരുന്നില്ലായിരിക്കും. വരണോ വരുന്നുണ്ടോന്ന് ചോദിച്ചോളൂ. 2 പ്രാവശ്യം ചോദിച്ചപ്പോഴാ പുള്ളിക്കാരി പിന്നെ എന്നാ പിന്നെ ശരി വാ പോവാന്ന്. ശരി, അല്ലെങ്കിൽ തന്നെ പ്രേക്ഷകര് തെണ്ടികളെന്ന് കൊറേ പ്രേക്ഷകര് ഇവന്മാർക്കൊന്നും വേറെ പണിയുണ്ട്. പണി ചെയ്തിട്ട്. അതെ പക്ഷെ രേണുസുതിക്ക് അത്യാവശ്യം വോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ലാലിച്ച എനിക്ക് എന്താ നിക്കാൻ പറയാ വോട്ടൊക്കെ ഉണ്ടായത്. പക്ഷെ നിക്കണത് ഞാനല്ലേ ലാലിച്ച അതെ ഏട്ടാ അതൊക്കെ മട്ടത്ത് ഇവന്മാർക്കാണ്ടിരുന്ന് വോട്ട് ചെയ്താ മതി. തിന്നാനും ഒന്നുമില്ല. ആ പക്ഷെ തിന്നാൻ വല്ലതും പുള്ളിക്കാരി കിട്ടണമെങ്കിൽ പക്ഷെ ടാസ്കും അവസാനത്തെ കളിക്കണം. ദിവസം കണ്ടപ്പോ ഇച്ചിരി വണ്ണം വെച്ച പോലെ എനിക്ക് തോന്നിയത്. അതെനിക്കറിയാം. ഉള്ള പഞ്ചസാരയും പച്ചരിയൊക്കെയാ വാരി തിന്നോണ്ടിരുന്നതെന്നാണ് പറഞ്ഞത്. തിന്നോണ്ടിരുന്നോണ്ട് പിന്നെ തലയില് പേന് അത് ഇത് എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ എന്തുവാ. അപ്പൊ പാവം പുള്ളിക്കാരി മടുത്താണ്. പിന്നെ ഇപ്പൊ മക്കളുടെ കാര്യമാണ് മെയിനായിട്ട് പുള്ളിക്കാരിക്ക് ഉണ്ടായിരുന്നത്. അപ്പം ഇതിന്റെ അകത്ത് വന്നിട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് അങ്ങനെ ഒന്നും പ്രത്യേകിച്ച് പുള്ളിക്കാരിക്ക് അങ്ങനെ ഒന്നുമില്ല. ഗെയിം കളിച്ചില്ല എന്നുള്ള ഒരു ഇതേ ഉള്ളൂ. പിന്നെ ആ പണിയൊക്കെയാണ് വന്ന് ഉള്ള വിലയും കൂടെ പുള്ളിക്കാരുടെ പോയുള്ളൂ. ഉള്ള നെഗറ്റീവ് കുറച്ച് കുറഞ്ഞെന്ന് തോന്നുന്നു. കുറഞ്ഞു. ആൾക്കാർക്ക് മനസ്സിലായി പുള്ളിക്കാരി ഒരു പാവമാണെന്നുള്ള രീതിയിൽ. പിന്നെ പണി വന്നിട്ട് കൂടുതൽ ചീത്തപ്പേരുമായിട്ടാണോ പോയത് എന്നുള്ളൊരു. പക്ഷെ പുള്ളിക്കാരന്റെ ഭാര്യ സപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ്. മറ്റേ ഭാര്യ സപ്പോർട്ട് ഓണാശംസകൾ. ചെയ്യാതിരിക്കാൻ പറ്റൂ. അതെന്ന് തോന്നുന്നു. അല്ല, പറയാൻ പറ്റത്തില്ലല്ലോ. ഇവിടത്തെ ചില ഇതൊക്കെ കാരണം ഇനിയിപ്പോ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ്സ് നേരിടേണ്ട സ്ഥിതി. പുള്ളിക്കാരിക്ക് ഈ നെഗറ്റീവ്സ് അറിയാത്തൊന്നും അല്ലായിരിക്കുമല്ലോ. പുള്ളി വീട്ടിൽ ഇതുപോലൊക്കെ തന്നെ ആയിരിക്കും. പുള്ളി ഒറിജിനലി ഒരു ഇങ്ങനെ തെറി പറയുന്ന ഒരാളാണെന്നാണ് എൻ്റെ ഒരു ഒരു ഹൈലി ഇമോഷണൽ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. പക്ക ഒരു ലൊക്കേൽ അങ്കമാലി ടെററിസ്റ്റിന്റെ ആ ഒരു അപ്പാണി അത് തന്നെയല്ലേ. അത് തന്നെയാണെന്നാണ് എൻ്റെ കഴിഞ്ഞ പ്രാവശ്യം 64% ആളുകൾ അപ്പാനി പോകുമെന്ന് പറഞ്ഞിരുന്നു. പിന്നെ അപ്പാനി പോയി. പിന്നെ 23% ശൈത്യ പോകുമെന്ന് പറഞ്ഞിരുന്നു. അപ്പം അവർ രണ്ടുപേർക്കും കൺഗ്രാറ്റുലേഷൻസ്. പോയതിന് അതോ പ്രൊഡിക്റ്റ് ചെയ്തതിന്. predict ചെയ്തവർക്ക് 25% റേണു പോകുമെന്ന് പറഞ്ഞിരുന്നു. റേണു അതും പോയി. അങ്ങനെ പോയിരിക്കുകയാണ്. ഇനിയിപ്പം ഈ ആഴ്ച ഉള്ളത് ബിന്നി, ആദില, അഭിലാഷ്, അനുമോൾ, റെന, സാബുമാൻ, അക്ബർ, നെവിൻ, അനീഷ് എന്നിവരാണ്. പിന്നെ അത്രേ ഉള്ളൂ. ആര്യനും മസ്താനിയും വേദലക്ഷ്മിയും പ്രവീണും ഉണ്ടെന്ന് തോന്നുന്നു. സബുമേർ പോവായിരിക്കും. സബുമാൻ പോവാണെങ്കിൽ അവൻ പോയാലും പോയില്ലേലും ഒന്നുമില്ല. കാണാൻ പോലും ഇല്ല. ഇന്നിപ്പോ ബിഗ് ബോസ് ഉണ്ടല്ലോ, ഈ ഡെയിലി മോർണിംഗ് ടാസ്ക് ഒക്കെ വിളിച്ച് ഇവൻ എന്തെങ്കിലും കൊടുക്കുമ്പോഴേ ഇവനെയൊക്കെ കാണുന്നതൊക്കെ. അതെ ഇന്നിപ്പോ ഏതാണ്ട് ലാഫിംഗ് തെറാപ്പി എന്ന് പറഞ്ഞ ഉണ്ടായിരുന്നു പ്ലസിനകത്ത്. ഞാനതൊക്കെ ഓടിച്ചു വിട്ടു. ചുമ്മാ. ഇന്നത്തെ ടാസ്ക് എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് ഇന്നത്തെ മറ്റേ ഇത് ഇഷ്ടപ്പെട്ടു. ഷൂ ടാസ്ക് എനിക്ക് അറിഞ്ഞോളാം. എനിക്ക് കണ്ടില്ല. എന്ത് കൊടുത്താലും കൊളാക്കും. ഒരു ചുമ്മാ എന്റർടൈൻമെന്റ് ഇല്ല. വഴക്കിട്. എന്തോ തൊടുന്നതിനും പിടിക്കുന്ന എല്ലാം അങ്ങ് വഴക്ക. പിന്നെ നമ്മളെ എനിക്കിഷ്ടപ്പെട്ട സർക്കസ് കൊട്ടാരത്തിൽ പലരുടെയും പെർഫോമൻസ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടായിരുന്നു. നമ്മുടെ മറ്റേ എന്തോ സ്വീറ്റി. പക്ഷെ അതൊരു കാര്യം ശ്രദ്ധിച്ചു, അനുമോളിനെ മാത്രം സ്വീറ്റി എന്ന് വിളിച്ചു. ബാക്കിയുള്ളവരൊക്കെ ആര്യൻ, നായ, മറ്റേ റെന കഴുത, അങ്ങനെ ഓരോന്നൊക്കെ ആണല്ലോ വിളിച്ചത്. അല്ല റെന ആനയായിരുന്നല്ലോ. ആനയോ? കഴുതെന്ന് വിളിച്ചു. ആനയായിരുന്നു. പക്ഷേ ആനക്ക് ഇതിന്റെ ആടിന്റെ ശബ്ദം. സൗണ്ട് അറിയാൻ. പക്ഷെ എനിക്ക് ആര്യന്റെ നായ ഇഷ്ടപ്പെട്ടു. കറക്റ്റ് ഒരു പട്ടിയുടെ ഒരു ഇതുണ്ടായിരുന്നു. ആര്യൻ നായ. കൊരങ്ങന്റെ മറ്റേ തലയിൽ ആപ്പിള് വെച്ചിട്ട് സൈക്കിള് ഓട്ടുന്നത് അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആര്യൻ. പിന്നെ ആരായിരുന്നു? അനുമോളൊന്നല്ല, വേറെ ആരാണ്? ജിസേലല്ല.
ജിസേലിന് എന്തായിരുന്നു സിംഹം എന്നാണ്ട് പറഞ്ഞിട്ട് സിംഹം ഇച്ചിരി കാണിച്ചു അത്ര എന്തോ വലിയ പറയുന്നു. ഗുണമില്ലായിരുന്നു. വേറെ ആരായിരുന്നു? നെവിൻ, നെവിനല്ല, മറ്റേ റെന, കഴിഞ്ഞതല്ലേ. റെനെ കുഴപ്പമില്ല, ഡാൻസ് കൊള്ളാം. ആ ആടിന്റെ ശബ്ദം മാത്രം പ്രശ്നമുള്ളത്. പക്ഷെ എനിക്ക് വേറെ ആരോ പിന്നെ നല്ലതായിട്ട് ആരുണ്ട്? എനിക്ക് അനീഷ് ഭയങ്കര നല്ലതായിട്ട് ചെയ്തായിട്ട് തോന്നി. അനീഷ് അനീഷ്, സൂപ്പറായിട്ട് ഹോസ്റ്റ് ചെയ്ത് കൊടുത്ത നല്ലൊരു പരിപാടിയായിരുന്നു. പിന്നെ സാബമ്മേൻ ഉണ്ടായിരുന്നു അടുത്ത് തന്നെ. ആ, അതുള്ളതില്ലാതെ ഞാൻ പഠിച്ചോണ്ടിരിക്കുകയാണ് ലാലേട്ടാ, ഒരു 90 ദിവസം അതെ കഴിഞ്ഞിട്ട് ആക്റ്റീവ് ആകുന്നതായിരിക്കും. അതെ, നീ പഠിച്ചോണ്ട് അവിടെ അതങ്ങനെ ഇരിക്കുവോ, ഇരിക്കത്തേ ഉള്ളു. അപ്പോഴത്തേക്ക് ഇവിടുന്ന് ഔട്ടാകുക എല്ലാവരും. അവന്റെ അയൽക്കാടുകളില് ആരും അങ്ങോട്ട് ഒരു ഇവിടെ ഇതില്ല അല്ലേ? മുസ്താനിയെ കണ്ടില്ലല്ലോ. മുസ്താനി ഇപ്പൊ 2 ദിവസമായിട്ടില്ലേ? മസ്താനി ഇന്ന് മറ്റേ ലേബറർ ക്യാമ്പിലായിരുന്നല്ലോ, ഷൂ ഉണ്ടാക്കുന്നതിന്റെ മറ്റേടത്തായിരുന്നു അത്. അല്ലേ? ആ, ഇതിപ്പോ എന്താവോന്നറിയില്ല. ബിഗ് ബോസ് ആണെങ്കിൽ മറ്റേ അവർക്ക് കൊടുത്ത പവർ ഇതിന്റെ അകത്ത് ഇത് പ്രശ്നം വന്നാൽ അതിലെന്തേലും ഇളക്കം സംഭവിക്കാം എന്നുള്ള രീതിയിൽ അതെന്തോ പരിപാടിയാ. കഷ്ടപ്പെട്ട് ഒരു ടാസ്ക് ജയിക്കും, അടുത്ത ഇതിൽ കൊണ്ടുവന്നിട്ട് അതിന് പ്രശ്നം വരും എന്നുള്ളത്. പിന്നെ എന്ത് തേങ്ങ കളിക്കണ്ടെന്നുള്ള ഒരു അല്ലേ, എടാ ഞാൻ ചുമ്മാ പറയട്ടെ, പണി എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ വൃത്തികെട്ട പരിപാടി ഈ കാണിച്ചോണ്ട്. പ്രാവശ്യത്തെ ബിഗ് ബോസ് നടത്തുന്ന വേറെ ആൾക്കാരാണോ? എന്തൊരു വ്യത്യാസമുള്ള ഒരു സുഖമില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ ടീം കംപ്ലീറ്റ് മാറിയല്ലോ. മാറിയോ? ആ, ആ, കാണാനുണ്ടെന്ന്. പുതിയ ടീമായത്. നല്ലതായിട്ട് കാണാനുണ്ടോ? ഒന്നും ഒരു ഗുണമില്ല. പുതിയ ടീമായതുകൊണ്ടല്ലേ അഖിൽമാരാർ അകത്ത് വന്നത്. ഓ, കഴിഞ്ഞ ബിഗ് ബോസിനെ കുറെ തെറി പറഞ്ഞിട്ടിരിക്കുവല്ലായിരുന്നു. അതാ ഞാനും ആലോചിച്ചു, കാസ്റ്റിംഗ് ഇത്രയും കൗച്ച് തെറി മറ്റേത് പറഞ്ഞിട്ട് മറിച്ചെന്ന് നാണമില്ലാതെ പറഞ്ഞിട്ട് വലിയ കയറി വന്നല്ലോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ടീം മൊത്തം മാറി അതാ. ഓ, കൊള്ളാം. പക്ഷെ അഖിൽമാരാറിന് ഞാൻ ആ സീസൺ കണ്ടിട്ടില്ല. പക്ഷെ ബിഗ് ബോസിന്റെ അകത്ത് വന്നപ്പോ പുള്ളിക്കൊരു എന്തോ ഒരു സ്ക്രീൻ പ്രസൻസ് ഒക്കെ ഉണ്ട് അല്ലേ, ഒരു ബിഗ് ബോസിന്റെ പുള്ളി അകത്തൊരു. കൊള്ളാം, പുള്ളി നല്ല അവിടെ ഉള്ളതിലും പുള്ളി ഉള്ളായിരുന്നു കൊള്ളാം. മീൻസ് തമ്മിൽ ഭേദം തമ്മിൽ പിന്നെ നല്ലതായിട്ട് തമ്മിൽ ഭേദം തോന്നുന്നല്ല, ആക്ച്വലി പുള്ളി നല്ലതായിട്ട് കളിച്ചു. പുള്ളി നല്ല, പക്ഷെ പുള്ളിക്കൊരു ഒപ്പോണന്റ് ഇല്ലാതായിപ്പോയി, അത്രേ ഉള്ളൂ. പുള്ളി പുള്ളിയും നല്ല രജിത് പിള്ളേരാ, സാറും ഒക്കെ ഒരു സീസൺ ആയിരുന്നെങ്കിൽ ചിലപ്പോ ഒരു പൊളിച്ചേനെ. പുള്ളി സത്യത്തിൽ മികച്ച ഒരു പുള്ളി ഈ സീസണിൽ വന്നാലും പുള്ളിയെ ചെയ്യത്തുള്ളായിരുന്നു എനിക്ക് തോന്നുന്നു. ആ പുള്ളിയും ശരിയാ. പുള്ളിയും ഇവിടെ ഇപ്പൊ അക്ബറും ആരും തമ്മിൽ എന്തെങ്കിലും, ആ, ഷാനവാസും. പക്ഷെ അവരാരും പുള്ളിയുടെ ആ ഒരു ഇതിൽ എത്തത്തേ ഇല്ല കേട്ടോ ഒരിക്കലും. ആണോ? ഉം, കിൽമാരർ എത്ര മികച്ച ഒരു വന്നായിരുന്നു. മത്സരാർത്ഥിയായിരുന്നു. അതെ, ഉം. പുള്ളി വൺ പ്ലാനിങ്ങും പ്ലോട്ടിങ്ങും ആയിരുന്നു. ഇന്നിപ്പോ വന്നപ്പം റെനയുടെ അടുത്താന്ന് തോന്നുന്നു പറഞ്ഞ മറ്റേ ഒരു മനുഷ്യന് താങ്ങാൻ പറ്റുന്ന ഡെസിബലൊക്കെ ഉണ്ട്, അതിന് മുകളിലേക്ക് പോയി കഴിയുമ്പോൾ പറഞ്ഞോ? ബുദ്ധിമുട്ടായിരിക്കും. ആണോ? കൊമേഡി ആയിട്ടാണ് പറഞ്ഞത്. പക്ഷെ നല്ല ഒരു മികച്ച ഇതായിരുന്നു. ബിന്നിയുടെ ഈ ആഴ്ചത്തെ ഒരു ഗെയിമുകളൊക്കെ എന്താണ് അഭിപ്രായം? പുള്ളിക്കാരി ഞാൻ നോമിനേഷൻ വന്നതിന് ശേഷം എന്തൊക്കെയോ ബിന്നി അങ്ങനെ അധികം കാണാൻ, പക്ഷെ ഈ പ്രാവശ്യം ബിന്നി പോകരുതെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. ആ മസ്താനി ഉണ്ടോ ഇതിനകത്ത് നോമിനേഷനിൽ? മസ്താനി ആ വയൽക്കാട് എല്ലാവരും ഉണ്ട്. ഉണ്ടോ? ആ മയിലൊന്ന് ആ, പോയി കിട്ടിയാൽ. അവര് മറ്റേ പണി വേഴ്സസ് തുണിയിൽ എന്തോ ഇതായിട്ട് എന്തോ അങ്ങനെ എന്തോ ആണ് എടുത്തിട്ടതെന്ന് തോന്നുന്നു എല്ലാവരും. അവളുടെ തുണിയും പറയെടുത്ത് പോകാൻ പറ. ഈ പ്രാവശ്യം അവള് പോയാൽ മതിയായിരുന്നു, ബിന്നി പോകാതെ. കാരണം കഴിഞ്ഞ ഓർക്കുന്നോ, ബിന്നി വല്ല മോനും ജിഷനില്ല. പോകും എന്നൊക്കെ പറഞ്ഞു, ഓർക്കുന്നോ? ആ മറ്റേ ആ അപ്പാനി ബിന്നി പറഞ്ഞു. മോലും പോവും മോലും ആ എന്നൊക്കെ പറഞ്ഞായിരുന്നു. അതുപോലെ അങ്ങ് പോയാൽ മതിയായിരുന്നു പാവൻ. എന്നിട്ട് അവള് പറഞ്ഞു ബിന്നി ജസ്റ്റ് മിസ്സാ എന്നൊക്കെ പറഞ്ഞില്ലേ പൂറി. ബിന്നി പോയാൽ മതി, പക്ഷേ മസ്താനി പോയാൽ മതിയായിരുന്നു നമ്മളുടെ അഹങ്കാരത്തിൽ. ജിഷൻ മാത്രമേ ഇപ്രാവശ്യം വയൽക്കാടിൽ ഇല്ലാത്തുള്ളൂ. പുള്ളി എന്തോ ഒരു ഇതിലെന്തോ കിട്ടിയായിരുന്നു, അങ്ങനെ എന്തോ ജിഷിൻ പുള്ളി ഒന്ന് അത്. അടങ്ങിയിട്ടുണ്ട്. അടങ്ങി മീൻസ് മര്യാദയായിട്ടുണ്ട് ഇന്നലത്തെ പക്ഷെ എപ്പിസോഡ് കഴിഞ്ഞ്. ഇന്നത്തെ പ്രോമോ അനുസരിച്ച് നാളെ വന്നടിയാണ്. ഓ അപ്പം അപ്പം വരെ വർത്തായിരുന്നു. അക്ബറും പുള്ളിയൊക്കെ നല്ല അല്ല, അടി ഗംഭീരമായ കുഴപ്പമില്ല, അടിയാണ്. ഇങ്ങനെ കുണ്ണത്തനം പറയാണ്ടിരുന്നത് ഇങ്ങനെ. അന്നേരം ആണല്ലോ ഈ വക വർത്താനൊക്കെ പറയുന്നത്. എന്തോ നീ പറയില്ല, അതൊക്കെ നമ്മുടെ വേദലക്ഷ്മി ഈ ഒരു വേദലക്ഷ്മി കാര്യമില്ലാതെ. UK എന്തോ കാണിച്ചോണ്ടിരുന്നത്, അവൾ അവിടെ ഒക്കെ ഉണ്ടായിട്ട് ഇത്രയും ബോധമില്ലേ? ആരാണ്ട് ഞാൻ ഇന്ന് മറ്റേ ഇതിന്റെ അകത്ത് കണ്ടായിരുന്നു, റെഡിറ്റിൽ എന്തോ ഇങ്ങനെ ഇവളുടെ UK സ്ഥാപനത്തിന്റെ പേരെന്തുവാ, ഇതൊക്കെ അയച്ചു കൊടുത്ത് ഇവളുടെ പണി തെറിപ്പിക്കാൻ ആ, പറഞ്ഞിട്ടുണ്ട്. അല്ല എന്ത് ഇവളുടെ അത് അയച്ചു കൊടുത്ത് ഇൻസ്റ്റഗ്രാമില്. പണി തെറിക്കും, ഇങ്ങനെ ഈ ഹോമോഫോബിക് ആണ് അല്ലെ, ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അതല്ല, ഇവള് ആക്ച്വലി ഹോമോഫോബിക് ആയിട്ടാണോ അറിയപ്പെടുന്നത്?
അയ്യ അഭിഷേകിന്റെ ഒക്കെ ഇവരുമായിട്ടൊക്കെ അവരുടെ ഇതിന്റെ അകത്തൊക്കെ മറ്റേ ടോക്സിക് തിരുമേനിയൊക്കെ ഇല്ലേ, പുള്ളി ആ ഏതാണ്ട് എന്തോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വളരെ ആ ഈ അപ്പൊ അവരുടെ ആളാണ് ഇപ്പം അവരുടെ ഒഫീഷ്യലി. ആളാണ്, ഓ ഒഫീഷ്യലി ആണ്. വന്ന ദിവസം തന്നെ മറ്റേ ഇതൊക്കെ എങ്ങനെ പുറത്തെ ആ, എന്താ ആ, ഒരമ്മ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ആദ്യമേ ചോദ്യം ചെയ്തില്ല, അതൊക്കെ അന്നേരം ഇവര് സ്റ്റാറ്റസ് ആയിട്ടൊക്കെ ഇടുകയൊക്കെ ചെയ്തായിരുന്നു. അപ്പൊ അവരുടെ ആളാണ്. ഓ അവളുടെ അപ്പം അവളുടെ എന്തോ ഇതിന്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയ ആ നോക്കായിരുന്നു. അതിനകത്ത് വല്ല ഇട്ടിട്ടുണ്ടോ? അങ്ങാണോ എനിക്ക് ഇവരുടെ എന്തോ പേജുകളിലൊക്കെ ഇങ്ങനെ പുള്ളിക്കാരുടെ ഇതൊക്കെ അവര് പോസ്റ്റൊക്കെ ആയിട്ട് മറ്റവൻ ഇട്ടതുപോലെ തന്നെ ഇന്നിപ്പോ ഇതുകൂടെ പറഞ്ഞല്ലോ. ഇനിയിപ്പം ഇങ്ങനെയാണ് അതിന്റെ പരിപാടികൾ. എന്ത് വെഡ്ലക്ഷ്മി ഇതല്ലേ? ഓ പറയില്ല, നാളെ ടാസ്ക് റദ്ദാക്കും എന്നൊക്കെ ഉള്ള രീതിയിൽ ബിഗ് ബോസ് എന്തോ പറയുന്നൊക്കെ ഉണ്ടായിരുന്നു. അതെന്താ നിങ്ങൾ തമ്മിൽ ഇനി ടാസ്ക്? അടി കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ അത് എന്ത് കൊടുത്താലും അങ്ങോട്ട് കൊളാക്കുന്ന ഒരു സാധനം മര്യാദയ്ക്ക് വരെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എനിക്കറിയാൻ പാടില്ല. ഇത്ര ഒരു ഒംഫിയ സീസൺ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇതാണെങ്കിലും ഇപ്പം ഇതൊക്കെയായിരുന്നു മേജറായിട്ടുള്ള സംഭവങ്ങൾ. ജിസേലിന് എന്തായാലും ഒരു പോസിറ്റീവായിട്ടാണ് ഈ വീക്കെൻഡ് അവസാനിച്ചത്. കാര്യം ലാലേട്ടൻ ഇവളും അനുമോളും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു. ചപ്പാത്തിക്കള്ളി എന്ന് വിളിച്ചപ്പോൾ ഉണ്ടാക്കിയ പ്രശ്നം. ജിസേൽ അല്ലേലും പോസിറ്റീവ് അല്ലേ? അതിന് മുമ്പേ പോസിറ്റീവാ. നെഗറ്റീവ് പറയുന്നതല്ല ഈ അനിമോളുടെ ആൾക്കാർ തന്നെ. അവൻ ഇപ്പോഴും നെഗറ്റീവേ പറയത്തുള്ളൂ. വേറെ വഴിയില്ല. മനസ്സിലായി. ഈയിടെ കഴിഞ്ഞ ദിവസമാണെന്ന് തോന്നുന്നു, അടുക്കളയിൽ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് ജിസേല് ആണുങ്ങൾക്ക് മാത്രമേ ചായ ഇട്ട് കൊടുക്കുള്ളൂ ഇവള് എന്നുള്ളത്. സ്ഥിരം പരിപാടി. ഇവൾക്ക് ഭയങ്കര കുശുമ്പാന്ന് തോന്നുന്നു. ഈ ജിസേലിന്റെ മീൻസ് ആ ഒരു പേഴ്സണാലിറ്റി, ആ, സൗന്ദര്യം. ഇവള് വെറും ഇതാണല്ലോ, വെറും കൊളോണി ആയതുകൊണ്ട് അവൾക്ക് ആ ഒരു പക്ഷേ വിഷമം കാണും. അതിന്റെ കുശുമ്പ് തീരാത്ത കുശുമ്പ്, ഇങ്ങനെ അസൂയയും കുശുമ്പ് ഇങ്ങനെ മനസ്സിങ്ങനെ കടക്ക്. അതുകൊണ്ടാണ് ഇങ്ങനെ കാണാത്ത കാര്യങ്ങൾ കാണുന്നു, ഇല്ലാത്ത കാര്യങ്ങൾ കാണുന്നു. അനുമോളൊന്നും പോസിറ്റീവ് ആകാന്ന് വിചാരിച്ചാലും നടക്കത്തില്ല. ഉള്ളിലുള്ള ഇതിങ്ങനെ പുറത്തു വിഷമെല്ലാം വരും. കൂടെ പുറത്ത് വരും. പിന്നെ ഒരു പെണ്ണിനെ ഏറ്റവും കൂടുതൽ ഇങ്ങനെ താറടിക്കാൻ പറ്റുന്ന ഒരു കാര്യമുള്ളൂ, എന്തുവാ, ഒരു സ്ലട്ട് എന്നുള്ള ഇങ്ങനത്തെ രീതിയിൽ കൊണ്ടുവരിക ആ എന്നുള്ളത്. ആ ആണുങ്ങളുടെ അടുത്ത് ആണുങ്ങൾ എങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നല്ലേ, ആണുങ്ങൾ ഉമ്മ ആ, വെക്കുന്ന ആണുങ്ങൾക്ക് അങ്ങനെയൊക്കെ പറഞ്ഞാൽ അവർക്കൊരു ഒരു സന്തോഷം അതെ. അവളെ കുറ്റം പറയുമ്പോൾ. അത്രേ ഉള്ളൂ. വെറും കൂറയാണ് അനുമോൾ. പറഞ്ഞിട്ട് കാര്യമില്ല, എന്തൊക്കെ ഇത് പറഞ്ഞാലും. അത് ബിഗ് ബോസ് ഒരു ആപ്റ്റ് ആയിട്ടുള്ള പണിഷ്മെന്റ് ഇവർക്ക് ആർക്കും കൊടുക്കില്ല. ഇവർക്ക് കൊടുത്തില്ല, മസ്താനിക്കാന്നെങ്കിൽ ഒന്നും കൊടുത്തില്ല. വെക്കുന്നുണ്ട്, നിനക്ക് ഞാനങ്ങ് ശരിയാക്കുന്നുണ്ടെന്ന് ശനിയാഴ്ച പറഞ്ഞിട്ട് പിന്നെ ഒരു തേങ്ങയില്ല. അതെ നേരെ പിടിച്ച് നോമിനേഷനിൽ ഇടുന്നതാണ് വലിയ കാര്യമായിട്ട്. അവ അല്ലെങ്കിൽ ഇവരാരെങ്കിലും വോട്ട് ചെയ്തിട്ട് വരത്തില്ല. അതെ എന്തോ അത് സത്യം. വലിയ ആന പണിഷ്മെന്റ് അത്. പിന്നെ ഞാൻ പിടിക്കുന്നുണ്ട്. ലാലേച്ചനോട് അവർ പറഞ്ഞു അത് നമുക്ക് സൺഡേയിൽ സ്ക്രിപ്റ്റ് എഴുതാൻ ലാലേച്ച എന്ന് പറഞ്ഞു. പക്ഷെ സ്ക്രിപ്റ്റ് വന്നപ്പോൾ അതിനെ തോന്നുക ഒന്നും ഇതൊന്നും കാണുന്നില്ല. വേണ്ട. അത് പിന്നെ ഇന്ന് ഇച്ചാക്കയുടെ ബർത്ത്ഡേ ഓണം ആ, സെലിബ്രേഷൻ ഒക്കെ അല്ലേ അല്ലേട്ടോ, വെറുതെ മൂഡ് കളയണ്ട എന്നുള്ള രീതിയിൽ അതെ. എന്തുവാണോ ഞാൻ പറയുന്ന. ഈ ജയിൽ ടാസ്കിലൊക്കെ ഇവരെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ വൃത്തികെട്ട ഇതൊക്കെ കൊടുക്കുമല്ലോ, ഓരോ മണിക്കൂറിലും മണിയടിക്കണം അങ്ങനത്തെ ഓരോ സാധനമൊക്കെ, ആ, അതുപോലത്തെ എന്തെങ്കിലും സാധനമൊക്കെ പണിഷ്മെന്റ് ആയിട്ട് കൊടുക്കണം. അതെ ഒരു ദിവസം മുഴുവൻ അങ്ങനെ ഇട്ട് പീഡിപ്പിക്കുന്നു. ദൈവമേ, കണ്ടോണ്ടിരിക്കുന്നത് നമ്മളൊരു സൈക്കോയാണെന്ന് പോകും. അതെ. പക്ഷെ ഇവർക്ക് പ്രവൃത്തികൾ അങ്ങനെയൊക്കെയാണ്. അപ്പൊ പിന്നെ എന്തെങ്കിലും ഒരു കാര്യമായിട്ടുള്ള ഇതിപ്പോ ഉണ്ടല്ലോ, ആ അവർക്ക് മസ്താനിക്കൊന്നും, ഇങ്ങോട്ടൊരു എടാ മസ്താനിക്കൊന്നും ഒരു റെസ്പെക്റ്റും ഇല്ലടാ. ആ നിപ്പ എങ്ങനെ കണ്ടത്. വരും? കാര്യം എന്താ അധികമായിട്ടുള്ള എന്താ പറയാൻ പോകുന്നത്? നോമിനേഷനിൽ പിടിച്ചിടും, ലാലേട്ടൻ വന്ന് 4 പറഞ്ഞിട്ട് അങ്ങ് പോകും. ഇത്രയല്ലേ ഉള്ളൂ. ഇതിൽ കൂടുതൽ എന്തോ അല്ല അല്ല അണക്കാനാന്നുള്ളതുകൊണ്ടാ. ഇപ്പൊ നമ്മള് ബിഗ് ബോസിൽ ഇല്ലെങ്കിൽ തന്നെ നമുക്ക് മോഹൻലാലിനോട് ഒരു റെസ്പെക്ട്, നമ്മൾ അറ്റ്ലീസ്റ്റ് നേരെ കാണുമ്പോൾ ഒരു റെസ്പെക്ട് കാണത്തില്ലേ? ആ ഇതൊന്നും ഇല്ലെന്നുള്ളതാ. ഇതങ്ങനെ ഇങ്ങനെ അങ്ങ് നിൽക്കുക. അവളെ മോഹൻലാലിനേക്കാളും വലിയ ആളെന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരുടെ നിപ്പും ഭാവമൊക്കെ. എന്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഇങ്ങനെ. അതിപ്പം പുള്ളിക്കാരിക്ക് മാത്രമല്ല, വേദലക്ഷ്മി കണ്ടില്ലേ, എല്ലാവരും ഇരുന്നിട്ട് എന്നൊക്കെ ആ, പറഞ്ഞ് അങ്ങോട്ട് അത് സജഷൻ ഒക്കെ അതെ. പറഞ്ഞു. ആരാ ഇവളൊക്കെ അല്ലേ? അതങ്ങോട്ട് പറഞ്ഞ പോരെ ഇതൊക്കെ. അതെ. ഓ എന്റെ ദൈവമേ. ലാലേട്ടനാണ്. പുള്ളിക്കാണ് എനിക്കറിഞ്ഞൂടാ. പുള്ളിക്ക് എന്ത് സ്പോണ്ടേനിയസ് ആയിട്ടൊന്നും ചിന്തിക്കാനുള്ള കഴിവില്ലാത്തത് എനിക്കറിഞ്ഞു. എന്തിനാ വെറുതെ പുള്ളി മടുത്ത് കാണുമായിരിക്കും. ഇതൊക്കെ എന്തോന്ന് പറയാ, അതൊക്കെ നമ്മുടെ എല്ലാരും ആണ്ടവർ ഇരുന്നിട്ട് അല്ലേ. എല്ലാരും ഇരുന്നിട്ടെന്ന് പറയുമ്പോൾ അത് നീയല്ല തീരുമാനിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. ഭയങ്കര ഇതായിരുന്നല്ലോ. ആണ്. ജാസ്മിന്റെ തലേ കയറി ഇരിക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്ക്. എന്ത് പറഞ്ഞാലും ചെറിയ കാര്യത്തിൽ വരെ ജാസ്മിന്റെ മണ്ടേ കയറി ഇരിപ്പായിരുന്നു. ഇപ്പൊ എന്ത് പറ്റി?
ഇത്തവണ ഒരു മൂഡില്ലായിരിക്കും ലലിച്ചിന്. പുള്ളി ലളിച്ചിന്റെ യുകെയിലൊക്കെ പോയി ടയേർഡായിക്കാണ്. അതാണ് ഇവിടെ പ്രശ്നം. നമ്മുടെ കമൽ സാറോ അല്ലെങ്കിൽ ഇവിടെ സൽമാനോ ഒക്കെ ആയിരുന്നിരിക്കണം. നിന്റെ ഇടപാടുകളൊന്നും ഇവിടെ വേണ്ട എന്ന് പറഞ്ഞു. അറ്റ്ലീസ്റ്റ് വിജയ് സേതുപതി ആണെങ്കിൽ പോലും ഇതൊന്നും അങ്ങനെ ടോളറേറ്റ് ചെയ്യില്ല. പുള്ളിയാണെങ്കിൽ അതെ പുള്ളി വാ നല്ല തുറക്കാൻ പറയും. സമ്മതിക്കാതെ അവിടെ അങ്ങ് സമ്മതിക്കത്തില്ല. ഇരുത്തും. അതെ പറയുന്നതിന്റെ ഇടയ്ക്ക് അവിടെ അവര് ഇരുത്തും പറയും. പുള്ളി. അതെ കൂടുതൽ ഉണ്ടാക്കല്ലേ എന്നുള്ള ആ രീതിയിൽ പുള്ളി അതെ അവിടെ പറഞ്ഞിരുത്തിയേന്. അതെ എല്ലാരും ഇരുന്നിട്ടോ വേണ്ട എല്ലാരും നിക്കട്ടെ മയിലേ നീ അതെ ആദ്യം പറ എന്ന് പറഞ്ഞത് അവിടെ പറഞ്ഞേന്. എന്താണേലും കൊള്ളാം ആദിശൻ ഇങ്ങനെ അങ്ങനെയൊക്കെ. ഒരു അപ്പം സൗമ്യനായതാണ് നമ്മുടെ ബിഗ് ബോസിന്റെ ശാപം എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇവരിങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഓരോ ആഴ്ചയും വന്നിരുന്ന് ഇങ്ങനെ പറയാനായിട്ട് നമുക്കൊരു എളുപ്പമുണ്ട്. പറഞ്ഞ കാര്യം തന്നെ പിന്നെ അതെ പറഞ്ഞുകൊണ്ടിരുന്ന പിന്നെ ഇത് ഒരു തന്നെ വേറെ മാറ്റവും ഇല്ല, ഒന്നുമില്ല. ഇതൊക്കെ തന്നെ എന്നുള്ളതുകൊണ്ട് ആദ്യം എന്താ എന്തൊരു പറയുന്നത്. ബോറിംഗ് ആയി സീസൺ. ഇത് ഇപ്പൊ എത്ര ഒരു മാസം കഴിഞ്ഞില്ലേ 40 ദിവസമായി ഒന്നുമില്ല പന്ന സീസൺ. ഞാൻ ഓർത്ത് ഇനിയിപ്പോ ഈ ഒരു എന്താ മറ്റേ നൂഡില ഫാക്ടറിയും സർക്കസ് ടാസ്കും ഒക്കെ ആയിട്ട് അങ്ങ് കുറച്ചൊന്ന് ചൂട് പിടിക്കായിരിക്കുന്നു. അപ്പൊ അതേ അടുത്ത ദിവസം ടാസ്ക് റദ്ദാക്കേണ്ട വരും എന്നൊക്കെ പറയുന്ന അവസ്ഥയിലുണ്ട്. അല്ല ഈ എന്തുവാണ് നൂതില ഫാക്ടറി എന്തുവാ അതിലേക്ക് അവിടെ പ്രത്യേകിച്ച് ഒരു ഇതും ഇല്ലല്ലോ. അതിലവിടുത്തെ വർക്കറല്ലേ. ആണ്. പക്ഷെ അപ്പൊ നൂറ എന്നുള്ളതിലൊരു നൂറ ഫാക്ടറി എന്ന് പറയുന്നില്ല, നൂദില ഫാക്ടറി എന്ന് പറയുന്ന പോലെ ഒരു പഞ്ചിന് വേണ്ടിയിട്ട് തന്നെ അവരവരെ കണ്ടസ്റ്റന്റ് ആയിട്ട് വന്നവരാണല്ലോ. പിന്നെ ബിഗ് ബോസ് ആണല്ലോ സെപ്പറേറ്റ് ആയി. പക്ഷെ ഇപ്പൊ 2 കണ്ടസ്റ്റന്റ് അല്ലേ. ആണ്. അപ്പൊ അതും പുള്ളിക്കാരി ഏ, അതായത് ഇവരൊരു കപ്പിൾ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ കളിക്കുമ്പോഴത്തേക്ക് അവർക്കിടയിൽ ഒരു ചെറിയ ഫ്രിക്ഷൻ ഒക്കെ വരുന്നുണ്ടെന്നുള്ള രീതിയിൽ. അതായത് നൂറയ്ക്ക് പുള്ളിക്കാരുടേതായിട്ടുള്ള രീതിയിൽ കളിക്കണമെന്നുണ്ട്. പക്ഷെ ആദിലയുടെ ഒരു എന്താ പറയുന്നത്, ബേബി അങ്ങനെ കളിക്കുക ഇങ്ങനെ കളിക്കുക എന്നുള്ള ഒരു ഒരു അതിലാണ് പക്ഷെ ഇതുകൂടെ ഉണ്ട്. ഒറിജിനൽ എനിക്ക് തോന്നുന്നത്. നല്ലൊരു എനിക്ക് ആ ആദ്യമേ ഇഷ്ടം കുറച്ചുകൂടെ. നൂറ കുറച്ച് ഫേക്ക് ആയിട്ട് എനിക്ക് തോന്നുന്നു. ചിലപ്പോ അവരുടെ ഒരു പ്ലാൻ അതായിരിക്കും. അതിലെ ഒറിജിനലായിട്ട് ഇന്ന് നൂറ ഇങ്ങനെ ഒരു ട്രിക്കി ആയിട്ട് കളിക്കുന്ന ആളായിട്ട് ആരുമായിട്ട് അധികം അങ്ങനെ കോണ്ടാക്ട് ഒന്നും വെക്കാതെ ഉം. അങ്ങ് മാറി എന്നൊക്കെ ഉള്ള രീതിയിൽ പക്ഷെ എനിക്ക് അങ്ങനെ ആദ്യമേ കളിക്കാൻ. ഇന്നത്തെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അനുമോളെ അനുമോളെ കളിയാക്കിയത് നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ നമ്മളിവിടെ എല്ലാവർക്കും പറയുന്ന ഇഷ്ടപ്പെട്ടു. കാര്യങ്ങൾ തന്നെ നമ്മൾ ആ. പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞു അനുമോൾ. ഞാൻ ഇവിടെ എല്ലാം ക്ലീൻ ചെയ്യും എപ്പോഴാ ക്യാമറാസ് എല്ലാം ഇവിടെ ഫോക്കസ് ചെയ്യുമ്പോഴാണ് അതൊക്കെ ഫോക്കസ് ചെയ്യുമ്പോഴാണ് നീ ആ ടീമിന് പോലും അല്ല. ഓ ഞാനിങ്ങനെ ഭയങ്കര എന്താ പറയുന്നത് കുടുംബത്തിൽ അതെ കിട്ടിയെന്നൊക്കെയുള്ള രീതിയിൽ. അതെ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇന്നത്തെ. അതിലൂടെ ക്വസ്റ്റ്യൻ ചെയ്യൽ വളരെ എല്ലാം നല്ല കറക്റ്റ് ആയിട്ട് ഒന്നുമില്ലെങ്കിൽ നീ പ്രായം തളച്ചില്ല അതെ. കറക്റ്റ് സാധനം. കൊള്ളാം. ഒരു കുലസ്ത്രീ എന്ന് തന്നെ. അതെ അതിലെന്തായിരുന്നു? അവര് ഒരു സ്ത്രീ എന്ന് തന്നെ വിളിക്കും. ശരിക അതെ. അപ്പൊ അങ്ങനെ അവരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അല്ലേ ശാരിയൊക്കെ പോകേണ്ട കാര്യമില്ലായിരുന്നു. സത്യം അറ്റ്ലീസ്റ്റ് ശാരിക എന്തേലൊക്കെ സത്യത്തിൽ ഇപ്പം കുറച്ചുകൂടെ മറ്റേ സബ്മാനെ ഒക്കെ കാണുമ്പോ അതെ അതൊക്കെ എന്തുവാണോ. രേണു പോയപ്പോ മറ്റൊരു അതെ മറ്റൊരു റെയ്ഡ് വന്നു. ആരെങ്കിലും വേണമല്ലോ. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ സീസൺ. ഈ ആഴ്ച ആര് പുറത്ത് പോകും എന്നുള്ളത് കാണാം. ഇനിയിപ്പൊ വേറെ വൈൽഡ് കാർഡുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? 7 സീസൺ ആയതുകൊണ്ട് 7 പേരൊക്കെ എത്തുന്ന പരിപാടിയാണെങ്കിൽ ഇനിയും 2 പേര് വരാനുണ്ടല്ലോ. എന്താ വരാന് 40 ദിവസം കഴിഞ്ഞ്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ്. നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്ത ആഴ്ച കാണുന്നത് വരെ ശുഭദിനം. உங்களிடமிருந்து விடை பெறுவது உங்கள் நான்.